بسم الله الرحمن الرحيم الحمد لله رب العالمين اللهم صل وسلم وبارك على رسولك سيدنا ومولانا محمد وعلى آله وأصحاب سيدنا ومولانا محمد وعلى جميع الأنبياء والمرسلين وآلهم وصحبهم والتابعين لهم بإحسان إلى يوم الدين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير صدق الله العلي العظيم صدق وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين ബഹുമാനമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ, തബാറക സൂറത്തിലെ 12-ാം സൂക്തമാണ് നമ്മളിവിടെ ഓതിവെച്ചത്. ഈ സൂറത്തിൽ വിശ്വാസികൾക്ക് അല്ലാഹു പറയുന്ന വലിയ ലക്ഷണമാണ് ഈ ആയത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. എപ്പോഴും മുഅ്മിനീങ്ങളായ നമ്മിൽ കാണേണ്ട, നമ്മിൽ ഉണ്ടാവൽ അനിവാര്യമായ ഒരു പ്രധാനപ്പെട്ട ലക്ഷണമാണ് ഈ എണ്ണിയത്. അതിനെ അടിസ്ഥാനപ്പെടുത്തി വിലയിരുത്തി ദുനിയാവിലെയും ആഖിറത്തിലെയും രണ്ട് വീട്ടിലെയും വിജയം തീരുമാനിക്കാൻ കഴിയും. ഇല്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് നമ്മളിന്ന് കേൾക്കാൻ പോകുന്നത്. നമ്മിൽ ഓരോരുത്തരിലും അതിൻ്റെ അളവ് എത്ര കണ്ട് ഉണ്ട് എന്ന് ചിന്തിക്കുന്നതോടൊപ്പം ആ വിഷയത്തെ സംബന്ധിച്ച് കൂടുതൽ ബോധവാന്മാരാവുകയും നല്ലവണ്ണം ചിന്തിക്കുകയും ആ അടയാളം നമ്മിൽ ഉണ്ടായിത്തീരാൻ അനിവാര്യമായ കാര്യങ്ങളുമായി ബന്ധപ്പെടുകയുമാണ്. അല്ലാഹു പറയുന്നു, ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. തീർച്ചയായും അല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിനെ ഭയക്കുന്ന ആളുകൾ, രക്ഷിതാവിനെ പേടിക്കുന്ന ആളുകൾ, മുഅ്മിനീങ്ങളെ പറ്റിയാണ്. ബിൽ ഗൈബി, അദൃശ്യമായ നിലക്ക്. ആ അദൃശ്യം എന്ന വാക്കിന് ഒരുപാട് വിശദീകരണങ്ങൾ മഹാന്മാർ നൽകിയിട്ടുണ്ട്. അള്ളാഹുവിനെ പേടിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണ്? എന്തിനാണ് നാം അള്ളാഹുവിനെ പേടിക്കുന്നത്? അള്ളാഹുവിനെ ഒട്ടും ഭയക്കാതിരുന്നാൽ ഇവിടെ എന്ത് കുറയാനാ നമുക്ക്? തീരെ അള്ളാഹുവിനെ ഒരു മിനിറ്റ് പോലും വഴങ്ങാത്ത ആളുകളും എത്ര സുഖത്തോടെ ഇവിടെ കഴിയുന്നുണ്ട്. പക്ഷേ വിശ്വാസികളുടെ ലക്ഷണം അങ്ങനെയല്ല. അവർ തീർത്തും അള്ളാഹുവിനെ ഭയപ്പെടും. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അള്ളാഹുവിനെ ഭയക്കുക എന്നതിൻ്റെ അർത്ഥം അള്ളാഹുവിൻ്റെ അദാബ് പേടിക്കുക എന്നാണ്. അള്ളാഹുവിൻ്റെ അദാബ് പേടിക്കുന്നവർ, ആ അദാബിൽ ഏറ്റവും വലിയ അദാബാണ് ഖിയാമത്ത് നാളിലെ അദാബ്. നമ്മുടെ മനസ്സുകൊണ്ട് സങ്കല്പിക്കാൻ കഴിയുന്നതിലും അപ്പുറമാണ്. ഒരു മനുഷ്യൻ ചിത്രീകരിച്ചാൽ എത്തുന്നതിലപ്പുറമാണ് ഖിയാമത്ത് നാളിലെ അദാബ്. തൊട്ടു മുന്നിൽ നമ്മൾ പറഞ്ഞത് നരകത്തിൻ്റെ ശിക്ഷയെപ്പറ്റിയാണ്, നരകത്തിൻ്റെ ഭീകരമായ അവസ്ഥയെപ്പറ്റി. അതുമാത്രം എത്ര വലുതാണ്!
അപ്പോൾ ആ നരകത്തെ പേടിച്ച് കഴിയുന്ന ആളുകളാണ്. ഖിയാമത്ത് നാളിലെ വലിയ അദാബ് എന്ന് പറഞ്ഞാൽ നരകശിക്ഷയാണ്. അതിന് മുന്നോടിയായിട്ട് ഒരുപാട് ഭീകരമായ അവസ്ഥകളുണ്ട്. അവിടെയൊക്കെ ഈമാനുള്ളവർക്ക്, ഖശ്യത്തുള്ളവർക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ. അപ്പം മഹ്ശറിലെ നൃത്തം വല്ലാത്തൊരു സംഭവമാണ്. നമ്മൾ ഇവിടെ ചെറിയൊരു കാര്യത്തിന് വേണ്ടി കൂടുതൽ സമയം നിൽക്കേണ്ടി വന്നാൽ എത്ര ബുദ്ധിമുട്ടും. അത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടി ഒരു ചെറിയ രേഖ, ഒരു കടലാസ് ശരിയാകുന്നതിന് വേണ്ടി 2-3 മണിക്കൂർ നേരം നിൽക്കേണ്ടി വന്നാൽ നമ്മുടെ മനസ്സിൽ വരുന്ന വിഷമവും മടുപ്പും എത്രയാണ്. ഹിസാബിന് വേണ്ടി, അല്ലാഹു തആലാന്റെ ഉത്തരവിന് വേണ്ടി നീണ്ട നേരം നിൽക്കുന്ന ആ നൃത്തം സത്യത്തിൽ ഒരു വലിയ അദാബ് തന്നെയാണ്. ആ നൃത്തത്തിൻ്റെ ആ ദിവസത്തിൻ്റെ ദൈർഘ്യം കൂടി കേൾക്കുമ്പോൾ ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണത്. ഫിയോമിൻ കാന മിഖ്ദാറുഹു 50 അൽഫ സനത്തിൻ, 50,000 കൊല്ലത്തെ ദൈർഘ്യമുള്ള ദിവസം എന്ന് പറയുമ്പോൾ എത്ര വലുതാണ്. 24 മണിക്കൂറിൽ ഒരു 2 മണിക്കൂർ നേർക്കുനേരെ നിൽക്കാൻ പറ്റാത്ത നമ്മൾ ഹിസാബിന് വേണ്ടി ഇത്രയും അധിക നേരം, അള്ളാഹുവിൻ്റെ ഒരു ഖലാഇന് വേണ്ടി, ഫസ്ൽ ഖലാഇന് വേണ്ടി ഇത്രയും നേരം നിൽക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പറ്റാത്തല്ലേ. എത്രമാത്രം വലുതാണ് നമ്മൾ ആലോചിച്ച് നോക്കിയാൽ. നരകത്തിൻ്റെ ശിക്ഷ എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് രൂപപ്പെടുത്തിയെടുക്കാൻ പറ്റാത്തതാണ്. അത്രയും ഭീകരമായൊരവസ്ഥയാണ് അള്ളാഹു നരകത്തെ സംവിധാനിച്ചിരിക്കുന്നത്. ബഹുമാനപ്പെട്ട ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ നരകത്തിൻ്റെ യഥാർത്ഥ രൂപം, ഒരു ഫോട്ടോയല്ല, യഥാർത്ഥ രൂപം തങ്ങൾ കണ്ടപ്പോൾ കാല് പിറകോട്ട് വെച്ചു എന്ന് ഹദീസിൽ കാണാം. മദീനത്തെ പള്ളിയുടെ മിഹ്റാബിൽ നരകവും സ്വർഗവും തങ്ങൾക്ക് അല്ലാഹു കാണിച്ചു കൊടുത്തു. ഉരിലത്ത് അലയ്യൽ ജന്നത്തു വന്നാറു ആനിഫൻ. നിസ്കരിക്കുമ്പോൾ സ്വഹാബത്ത് കാണുന്നത് ആദ്യഘട്ടത്തിൽ കാല് മുന്നോട്ട് വെച്ച് തങ്ങളിങ്ങനെ കൈ പൊക്കുന്ന ഒരു രംഗം കണ്ടു. കൈ ഇങ്ങനെ പൊക്കി, അവർക്കൊന്നും മനസ്സിലായില്ല, നിസ്കാരത്തിലല്ലേ. ആ കൈ താഴോട്ട് നേരെ തന്നെ വെക്കുകയും ചെയ്തു. കുറച്ച് കഴിഞ്ഞപ്പോൾ മുന്നോട്ട് വെച്ച കാല് ഒന്ന് പിറകോട്ട് വെച്ച് ഒരടി കൂടി പിറകോട്ട് നിൽക്കുന്ന ഒരു രൂപം കണ്ടു. ഇത് രണ്ടും കണ്ട സ്വഹാബ നിസ്കാരം കഴിഞ്ഞ ശേഷം ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഉരിലത്ത് അലയ്യൽ ജന്നത്തു വന്നാർ, എനിക്ക് നരകവും സ്വർഗവും പ്രദർശിപ്പിക്കപ്പെട്ടു. നന്നായി എൻ്റെ മുന്നിൽ അല്ലാഹു വെളിവാക്കി തന്നു. സ്വർഗം കണ്ടപ്പോൾ ഫറഅയ്തു ഇൻഖൂദൻ, സ്വർഗത്തിലെ മുന്തിരിക്കൊലകളൊക്കെ തൂങ്ങി നിൽക്കുന്നത് ഞാൻ കണ്ടപ്പോൾ അതൊന്ന് എടുക്കാം എന്ന് മോഹിച്ചുകൊണ്ട് ഞാൻ കൈയൊന്ന് ഉയർത്തിയതാണ്. പിന്നെ വേണ്ടാന്ന് വെച്ചു, അതിൻ്റെ ടൈമായില്ലല്ലോ എന്ന് കരുതിയിട്ട്. അങ്ങനെ എടുക്കാൻ വേണ്ടി പോയാൽ കിട്ടും. സ്വർഗത്തിലെ മുന്തിരിക്കൊലകളൊക്കെ ഇവിടെ തന്നെ പലർക്കും കിട്ടിയിട്ടുണ്ട്. ബഹുമാനപ്പെട്ട ഖുബൈബ് റളിയല്ലാഹു അൻഹുവിനെ അല്ലാഹു തആല കൊടുത്ത, തടവിലായ സമയത്ത് കൊടുത്ത പ്രത്യേക ഭക്ഷണം സ്വർഗത്തിലെ മുന്തിരിയാണല്ലോ. ഹാരിത്തിന്റെ പെൺമക്കളിൽപ്പെട്ട സൈനബ് എന്ന പെണ്ണ് പറഞ്ഞു, മാ റഅയ്തു അസീറൻ ഖത്തു ഖൈറൻ മിൻ ഖുബൈബ്. ഖുബൈബ് റളിയല്ലാഹുവിനെ പോലെ നല്ലൊരു തടവുകാരനെ ഞാൻ കണ്ടിട്ടില്ല. നല്ല മനുഷ്യനാണ് അദ്ദേഹം, നല്ല സ്വഭാവക്കാരനാണ്. അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി എൻ്റെ സഹോദരന്മാരൊക്കെ തീരുമാനമെടുത്തപ്പോൾ ഒരു കത്തി വാങ്ങി ശരീരത്തിൽ നിന്ന് കളഞ്ഞു ഒഴിവാക്കേണ്ട രോമങ്ങളൊക്കെ വടിച്ച് വൃത്തിയാക്കി അന്ത്യയാത്രയ്ക്ക് വേണ്ടി ഒരുങ്ങാണ്. കത്തി കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എൻ്റെ ചെറിയ ഒരു കുട്ടി അങ്ങോട്ട് ഓടിച്ചെല്ലുന്നത്. അപ്പോൾ ഈ ചെറിയ കുട്ടിയോടുള്ള വാത്സല്യം കൊണ്ട് അതിനെ മടിയിലിരുത്തി ആ കുട്ടി എങ്ങനെ തലോടിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനിത് കണ്ട് പേടിച്ചു. വലത്തെ കയ്യിൽ കത്തിയാണ്, ഇടത്തെ കയ്യിൽ ഈ കുട്ടി എങ്ങനെ കാലിൻ്റെ തുടയുടെ മേൽ വെച്ചിങ്ങനെ ലാളിക്കുകയാണ്. എൻ്റെ കയ്യിൽ കത്തി കണ്ടപ്പോൾ ഞാൻ പേടിച്ചത് കൊണ്ടായിരിക്കും എന്നോട് ഖുബൈബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഞാൻ ഈ കുട്ടിയെ കൊല്ലുന്ന് നിനക്ക് പേടിയുണ്ടോ?
കാരണം ഞാനിപ്പോൾ ഒരു പ്രതിയാണ്, തടവുകാരനാണ്. ഞാൻ ഈ കുട്ടിയൊന്നും ചെയ്യൂല. എൻ്റെ കുട്ടിയെപ്പോലത്തെ ഒരു കുട്ടിയല്ലേ ഇത്, ഈ കുട്ടിയൊന്നും ചെയ്യൂല. വേണമെങ്കിൽ ആ കുട്ടി എന്തെങ്കിലും ചെയ്യാമായിരുന്നു, പക്ഷെ ഞാനൊന്നും ചെയ്യൂല, അത് കുട്ടിയല്ലേ. എന്നിട്ട് ആ പെണ്ണ് പറഞ്ഞു, തടവിലായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കണ്ടിട്ടുണ്ട് യഅ്കുലു മിൻ ഖിതഫി ഇനബിൻ, മുന്തിരിക്കൊലയിൽ നിന്ന് അദ്ദേഹം ഭക്ഷിക്കുന്നത് ഞാൻ ഇടക്കിടക്ക് പോയി നോക്കുമ്പോൾ കാണാറുണ്ട്. ഒമാബി മക്കത്ത മിൻ തമറ, മക്കയിൽ അന്ന് അങ്ങനെ പഴം കിട്ടുന്ന കാലം അല്ല, മുന്തിരി കിട്ടുന്ന കാലം അല്ല അത്. വഇന്നഹു ലരിസുഖുൻ റസഖഹു അല്ലാഹു ഖുബൈബ, അത് ഖുബൈബ് റളിയല്ലാഹുവിന് അല്ലാഹു നൽകിയ പ്രത്യേക ഭക്ഷണമാണ്, സ്വർഗത്തിലെ ഭക്ഷണം. സ്വർഗത്തിൽ നിന്ന് ഡയറക്റ്റായി ഇറക്കിക്കൊടുത്ത മുന്തിരിക്കൊല അത് തിന്നുന്നുണ്ട്. അങ്ങനെ വെള്ളം കിട്ടിയിട്ടുണ്ട് എന്ന് പറയല്ല, അത് കണ്ണോണ്ട് നോക്കി കാണുകയാണ്. അങ്ങനെ പക്ഷെ അനുമാനത്തിന് വേണ്ടി നമ്മളെ കൂട്ടത്തിൽ പലരും പറയും, ഇപ്പൊ സ്വർഗത്തിലെ വെള്ളം കുടിച്ചാൽ ഞാൻ വരുന്നൊക്കെ പറയും. ഇതല്ല, ഇത് സ്വർഗത്തിൽ നിന്നുള്ള മുന്തിരിക്കൊല എടുത്ത് പറിച്ച് തിന്നുന്നത് കാണുകയാണ്. കാണുന്നത് തന്നെ നോക്ക് നിങ്ങൾ, വിശ്വാസിയല്ലാത്ത പെണ്ണാ കാണുന്നത്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ഖുബൈബ് നല്ല ആളാണ് എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് മക്കയിൽ ഒരിക്കലും ആ കിട്ടാത്ത പഴം അള്ളാഹു സ്പെഷ്യലായിട്ട് ഖുബൈബിന് കൊടുത്തല്ലോ. ഖുബൈബ് റളിയല്ലാഹു അൻഹു നല്ല മനുഷ്യനാണ്, നല്ല ആളാണ്. മുന്തിരിക്കൊല കണ്ടപ്പോൾ തങ്ങൾ എടുക്കാൻ പോയി. രണ്ടാമത് എന്തേ നബിയെ തങ്ങൾ കാല് പിറകോട്ട് വെച്ച് ഇങ്ങോട്ട് നിന്നത്? അതൊന്നുമല്ല, നരകം കണ്ടപ്പോൾ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകം കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത പേടിയായിപ്പോയി. ഒരിക്കലും ആ നരകത്തിൻ്റെ ഒരു ചൂടോ, നരകത്തിൻ്റെ ഒരു ഹാവിയോ, നരകത്തിൻ്റെ ഒരു കാറ്റോ, നരകത്തിൻ്റെ ഒരു മണമോ, ഇതൊക്കെ നരകത്തിലുണ്ട്. ഏറ്റവും ദുർഗന്ധം വമിക്കുന്ന മണം നരകത്തിലാണ്. ഏറ്റവും കൂടുതൽ ചൂടുള്ള ഹാവി പോകുന്നത് നരകത്തിലാണ്. ഏറ്റവും വലിയ തീപ്പൊരി നരകത്തിലാണ്. ചൂടാറാതെ ഒരിക്കലും തായോട്ട് വീഴുമ്പോൾ അത് കെട്ടുപോകാത്ത പൊരിയല്ലേ നരകത്തിലെ തീപ്പൊരി. ഇന്നഹാ തർമി ബിശററിൻ കൽ ഖസുർ, അല്ലാഹു പറഞ്ഞു, കൊട്ടാരം പോലത്തെ തീപ്പൊരികളെയാണ് നരകം തുപ്പുന്നത്. നരകം പുറത്തേക്ക് തുപ്പിക്കളയുന്നത്, എറിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബിശററിൻ കൽ ഖസുർ, കൊട്ടാരം പോലത്തെ തീപ്പൊരി എന്ന് പറഞ്ഞാൽ എത്ര വലിയ പൊരിയാണ്. നമ്മൾ കരുതും തീപ്പൊരി പൊന്തി താഴ്ട്ട് വീഴുമ്പോൾ കെട്ടുപോകൂല. ഏറ്റവും കൂടുതൽ ശല്യക്കാരായ മുഴുവൻ ജീവികളെയും അള്ളാഹു കേന്ദ്രീകരിച്ചിരിക്കുന്നത് നരകത്തിലാണ്. കുല്ലു മുഅ്ദിൻ ഫിന്നാർ, ദുനിയാവിൽ എന്തെല്ലാം ശല്യം ചെയ്യാൻ പറ്റിയ നമ്മളൊക്കെ പേടിച്ചോടുന്ന ജീവിയുണ്ടോ അതൊക്കെ അവിടെ ഉണ്ട്. ഒരു പുലി ഇറങ്ങിയാൽ അത് ഇന്നലെ രാത്രിയാണ് വാട്സാപ്പിൽ വാർത്ത കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആരോ ഇവിടെ എത്തുമോ ക്ലാസ്സിന്? അത് നമ്മുടെ പാലത്തിൻ്റെ അടുത്തുള്ള ചിത്ര കണ്ടതെങ്കിൽ നമ്മളാരും ഡയറക്റ്റ് കണ്ടിട്ടില്ല. അത്തരത്തിലുള്ള എന്തെല്ലാം ജീവികൾ ഇവിടെ ശല്യം ചെയ്യുന്നതുണ്ട്, അതൊക്കെ നരകത്തിലുണ്ട്. അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. അപ്പൊ ആ നരകത്തിന്റെ ഭയാനകത ഓർത്തിട്ടാണ് കാലിങ്ങോട്ട് പിറകോട്ട് വെച്ചത്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്രമാത്രം ഭയക്കണം. അതുകൊണ്ടാണ് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് എന്നിടത്ത് തഫ്സീർ എഴുതിയത്, അള്ളാഹുവിന്റെ അദാബിനെ ഭയക്കുന്നവർ റബ്ബിനെ പേടിക്കുക എന്നതിൻ്റെ അടയാളമാണ് റബ്ബിന്റെ അദാബിനെ പേടി. ഖിയാമത്ത് നാളിലെ അദാബാണ് അതിൽ മുഖ്യമായ അദാബ്. ആ അദാബ് വിശദീകരിച്ചാൽ തീർക്കാൻ കഴിയൂല, അത്രയും കട്ടിയും ഖനവും അതിനുണ്ട്. നരകത്തിലേക്ക് പോകാൻ വിധിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് മഹ്ശറിലുള്ള ഭീകരത തന്നെ ഹൗലു യൗമിൽ ഖിയാമ, അഹ്വാലു യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലെ ഭീകരതകൾ, അതൊരു പ്രത്യേക സെക്ഷനാണ്. ഖിയാമത്ത് നാളിലെ ഭീകരതകൾ തന്നെ വേറെയാണ്. അതെല്ലാം ഒരു നൃത്തത്തിൽ ഒതുങ്ങുന്നില്ല, അതിനു മുമ്പ് ഒരുപാട് സംഭവങ്ങളുണ്ട്. പക്ഷെ അവിടെ ഈ പേടിയോടുകൂടെ നടന്ന ആളുകളില്ലേ, പടച്ചോനെ പേടിച്ച് ദുനിയാവിൽ ജീവിച്ച ആൾക്കാർ, റബ്ബിനെ പേടിച്ച് ജീവിച്ച ആൾക്കാർ, അവർക്ക് അതൊക്കെ വളരെ ചെറുതാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നന്നായി അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ച ആളാണെങ്കിൽ മഹ്ശറിലെ നൃത്തം ഒരു മുഅ്മിൻ അനുഭവിക്കുന്നത് മാബൈന സ്വലാത്തിൽ അസ്രി വൽ മഗ്രിബ്, അസ്റിന്റെയും മഗ്രിബിന്റെയും ഇടയിലുള്ള സമയം പോലെയാണ്. അള്ളാഹു നമ്മെ തുണക്കുമാറാകട്ടെ. മഗ്രിബിന്റെയും അസ്റിന്റെയും ഇടയിലുള്ള സമയം 2 ചില്ലറ മണിക്കൂറല്ലേ ഉള്ളൂ.
അത് എത്ര ഉണ്ട് എന്നാണ് ഖുർആനിൽ പറഞ്ഞത്. ഇത്രയും വർഷത്തെ 50,000 കൊല്ലത്തെ ദൈർഘ്യം അനുഭവപ്പെടുന്നത് മുഅ്മിൻ ഇങ്ങനെയാണ്. മുഅ്മിനല്ലാത്ത മനുഷ്യൻ അത്രയും അനുഭവപ്പെടുകയാണ്. ഇവിടെയാണ് പേടിക്കേണ്ടത്, അവിടെ അല്ല. അവിടെ എല്ലാവരും പേടിക്കും. അവിടെ പേടിക്കാത്തൊരൊറ്റ കുട്ടിയില്ല, അവിടെ എല്ലാവരും പേടിക്കും. ഏറ്റവും അധികം അവിടെ പേടിക്കുന്നത് കാഫിറും മുനാഫിക്കുമാണ്. അവര് പേടിക്കും പോലെ ആഖിറത്തിൽ ആരും പേടിക്കൂല. അവിടെ എത്തി ഇനി ആ പേടിക്കെന്താ കാര്യം? ഇനി ആ നിലവിളിക്കും ആ കരച്ചിലും എന്താ കാര്യം? പേടിക്കേണ്ടത് ഇവിടെയാണ്. ഇവിടെ നിന്നുണ്ടാകേണ്ട ലക്ഷണമാണ് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിന്റെ അദാബ് പേടിക്കുക. അല്ലെങ്കിലോ വയൗമൽ മൗത്ത്, മൗത്തിന്റെ നേരത്തുള്ള അദാബ്, അത് പേടിക്കണം. എനിക്ക് മരിക്കാനുള്ളവനാണ് എന്നൊരു പേടി വേണം. അതും അല്ലാഹുവിനെ പേടിയുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, കാരണം മരണത്തിന്റെ നേരം വിധിയെഴുത്തിന്റെ ഒരു നേരമാണ്. ദുനിയാവിലെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിധിയെഴുത്ത് നടക്കുന്നത് മരണത്തിന്റെ ഘട്ടത്തിലാണ്. അത് നേരത്തെ പേടിച്ച് കഴിയുന്ന ആളുകളാണെങ്കിൽ സുബ്ഹാനല്ലാഹ്, എത്ര വലിയ വിഷയമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖശിയത്ത് നോക്ക് നിങ്ങൾ. അതുപോലെ പേടിയുള്ള ഒരു രാജാവും ഇല്ല, ഒരു നേതാവും ഇല്ല, ഒരു അടിമയും ഇല്ല. തങ്ങൾ ചോദിച്ചൊരു ചോദ്യം കാണാം സ്വഹീഹുൽ ബുഖാരിയിൽ, കൈഫാൻ അമൂ, ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? തങ്ങളെ ചോദ്യമാണ്. അവിടുത്തെ ഖശിയത്താണ്, പേടിയാണ്. കൈഫാൻ അമൂ, ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? വസ്വാഹിബുൽ ഖർനിയൽ തഖിമു, ഖർനിന്റെ ആള് ഇസ്രാഫീൽ അലൈഹിസ്സലാം, ആ കൊമ്പ് ഊതാനുള്ള ഉപകരണം അതിന്റെ അടുത്തേക്ക് വായിട്ട് അടുപ്പിച്ച് നിൽക്കുന്നു. എപ്പോഴാണോ ഉത്തരവ് വരുന്നത് അപ്പൊ ഊതിക്കോളണം. അതിന് കാത്തിരിക്കുക. ഇസ്രാഫീൽ അലൈഹിസ്സലാം സമയം കാത്തിരിക്കാൻ. എപ്പോഴാണോ ഓർഡർ വരുന്നത് അപ്പൊ ഊതിയേക്കണം, സൂറിൽ ഊതണം. അതിനുവേണ്ടി സമയം കാത്തു കഴിയുന്നു. പിന്നെ ഞാൻ എങ്ങനെ സുഖിക്കാനാണെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖശിയത്ത് നോക്ക് നിങ്ങൾ. അത് ചെറിയൊരു ചോദ്യമല്ല ചോദിച്ചത്, ഞാൻ എങ്ങനെ സുഖിക്കാനാണ്? അല്ലാഹു തആല നിശ്ചയിച്ച വിഷയങ്ങളെ കുറിച്ചുള്ള ബോധവും പേടിയുമാണ്. നല്ല ബുദ്ധിയും നല്ല ചിന്തയും നല്ല ശേഷിയും ഉള്ള ആളുകൾക്ക് ബുദ്ധി ഉണ്ടെങ്കിൽ രണ്ടാമത് ഉണ്ടാകേണ്ട വിഷയമാണ് ഖൗഫ്. നല്ല ബുദ്ധിയാണോ അവന്റെ ബുദ്ധി? ഖുർആൻ പണ്ഡിതന്മാരിവിടെ വിശദീകരിച്ചു. നല്ല ബുദ്ധിയാണോ ഒരാൾക്ക് അല്ലാഹു കൊടുത്തത്, എന്നാൽ അതിന്റെ രണ്ടാമത്തെ അടയാളമാണ് ഖൗഫുല്ലാഹ്. അല്ലാഹുവിനെ കുറിച്ചുള്ള ഭക്തിയും ഭീതിയും അയാൾക്കുണ്ട്. റബ്ബിന്റെ ശിക്ഷ ഓർത്തിട്ട് അയാൾ കരയുന്ന മനുഷ്യനാണ്, ചിന്തിച്ച് പേടിക്കുന്ന മനുഷ്യനാണ്, തെറ്റുകുറ്റങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്ന മനുഷ്യനാണ്. മൗത്തിന്റെ നേരം ഏറ്റവും അധികം പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നേരം. അതിപ്പോൾ പേടിച്ച് ജീവിതം ചിട്ടപ്പെടുത്തിയെങ്കിലേ അപ്പോൾ ഉപകാരപ്പെടുകയുള്ളൂ. മൗത്തിന്റെ നേരത്തെക്കുറിച്ച് നല്ലൊരു ഓർമ്മ വേണം. വയൗമൽ ഖബരി, കാണാത്തതാണ് ഇതൊക്കെ. അതാണ് ബിൽ ഗൈബി എന്ന് പറഞ്ഞത്. കാണാത്ത നിലക്ക്, കാണാത്തതിനെ കുറിച്ചുള്ള പേടി. ഖിയാമത്ത് നാളിലെ അദാബ് കണ്ടിട്ടില്ല, മൗത്തിന്റെ നേരത്തെ അദാബ് കണ്ടിട്ടില്ല. മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, പെടഞ്ഞ് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്, വെള്ളം ആവശ്യപ്പെട്ട് മരിക്കുന്നത് കണ്ടിട്ടുണ്ട്. മൗത്തിന്റെ നേരത്തുള്ള ശിക്ഷയും അദാബും കണ്ടിട്ടില്ല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഖത്തേക്ക് വെള്ളം ഇങ്ങനെ അടുത്തുള്ള പാത്രത്തിൽ നിന്ന് എടുത്തൂറ്റിച്ചിട്ട് മടിയിൽ തലവെച്ച് കിടക്കുന്ന ആയിഷ റളിയല്ലാഹു അൻഹയുടെ മടിയിലല്ലേ തങ്ങൾ തലവെച്ച് കിടക്കുന്നത്? തങ്ങൾ പറഞ്ഞൊരൊറ്റ വാക്ക്, യാ ആയിഷതു ഇന്നൽ മൗതി ലസക്കറാത്ത്. ആയിഷ ബീവി, മരണത്തിന് ധാരാളം നൊമ്പരവേദനകളുണ്ട്. നൊമ്പരപ്പെടുത്തുന്ന ഒരുപാട് വേദനകൾ, പിടിച്ചു മുറുക്കുന്ന വേദനകളുണ്ട്. മുഅ്മിനായ മനുഷ്യൻ അനുഭവിക്കുമോ? അനുഭവിക്കും. മുഅ്മിനായ മനുഷ്യനും ആ വേദന അനുഭവിക്കും. പക്ഷേ അവരത് സാരമല്ലാതാക്കി കളയും, ഖൽബിൽ ഹിമ്മത്തുണ്ടെങ്കിൽ. അതുകൊണ്ടല്ലേ ഇവിടെ നോക്ക് നിങ്ങൾ, ചില മുഅ്മിനീങ്ങൾക്കൊക്കെ മല പോലെ വരുന്ന വലിയ വലിയ പ്രശ്നങ്ങൾ മഞ്ഞ് പോലെ ആയിത്തീരുന്ന ഖൽബിന്റെ ഹിമ്മത്താണത്. ഖൽബിന് നല്ല കട്ടിയും ഉറപ്പുണ്ടെങ്കിൽ മൗത്തിന്റെ നേരത്ത് നല്ല ധൈര്യം ഉണ്ടാവും.
അതിന്റെ കൽബിന്റെ ഹിമത്ത് ഇവിടെ ആർജിച്ചെടുക്കണമെങ്കിലുള്ള ആയുധമാണ് ഖൗഫ്, ഖൗഫുല്ലാഹി അസ്സ വജൽ, അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുക. എന്നാലേ അത് കഴിയുള്ളൂ. ശരീരത്തിന് പുഷ്ടി നൽകിക്കൊണ്ട് മാത്രമല്ല, കൽബിന് ശരിയായ നിലക്കുള്ള ഖശിയത്ത് നൽകിയ മനുഷ്യനാണോ, എന്നാൽ അയാൾക്ക് ആ നേരത്ത് നല്ല ജയായിരിക്കും, നല്ല ഉഷാറായിരിക്കും. അതിനെക്കുറിച്ചൊക്കെ ഒരു ബോധവും ചിന്തയുള്ള ആളാണെങ്കിൽ മൗത്തിന്റെ നേരത്തെ ആൾ കുഴങ്ങൂല. കൽബ് നല്ലോണം ദുഷിച്ച ആളാണോ, മൗത്തിന്റെ നേരത്തെ ആൾ കുഴങ്ങിപ്പോകും. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മരിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് മഹാനവറുകൾ പറഞ്ഞു, എനിക്കൊരു ഇൻസാനെയും പേടില്ല, ഒരു മലക്കിനെയും പേടില്ല, ഞാൻ അള്ളാഹിനും റസൂലിനും മാത്രമേ പേടിക്കൂ. അപ്പം ആ നേരത്തുള്ള വാക്കുകളൊക്കെ മക്കൾ ഇങ്ങനെ കാതോർക്കാൻ ചുറ്റും നിന്നിട്ട്, ലാ ഖാഫു അയ്യ മലക്കിൻ വയ്യ ഇൻസാൻ, ഞാനൊരു മലക്കിനെയും പേടിക്കണില്ല. എന്തിനു പേടിക്കണം? ഞാനൊരു ഇൻസാനെയും പേടിക്കണില്ല, ഞാൻ അള്ളാഹുവിനെയും അള്ളാഹിന്റെ റസൂലിനെയും പേടിക്കുന്നുണ്ട്. ആ വാക്ക് പറഞ്ഞ് പിന്നെ മഹാനവറുകൾ നല്ല ഉറക്കെ ചൊല്ലി ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് രണ്ടും കൂടി ആദ്യം ചൊല്ലി. പിന്നെ എങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നുള്ളതായി, പിന്നെ എങ്ങനെ അല്ലാ 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 എന്നുള്ളതായി. അല്ലാ 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 എന്നിങ്ങനെ ചൊല്ലി ചൊല്ലി വന്ന് അല്ലാഹ് എന്ന് ചൊല്ലുമ്പോൾ നമ്മളെ നാവ് ലാം ഉച്ചരിക്കുന്ന ഭാഗത്തേക്ക് നാവ് അങ്ങോട്ട് ഉയരുമല്ലോ. ആ നാവ് ഇങ്ങനെ തട്ടിയിട്ടാണ് മഹാനവറുകൾ ഇങ്ങനെ കിടക്കുന്നത്. ശരിക്ക് കലിമ ചൊല്ലിയിട്ടുണ്ട് എന്ന് പുറത്ത് നോക്കിക്കാണുന്നവർക്ക് അടയാളത്തിന് പറ്റുന്ന രൂപത്തിൽ തൊള്ള കുറച്ചിങ്ങനെ തുറന്നിട്ടുണ്ട്, നാവ് ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ തട്ടി നിൽക്കുന്നുണ്ട്. അപ്പോഴാണ് ശരിക്കങ്ങോട്ട് റൂഹ് പിരിഞ്ഞു പോയത്. അതങ്ങ് പിരിയാൻ ഒക്കുന്ന സമയമാകുമ്പോഴേക്ക് ശരീരത്തിൽ ഇങ്ങനെ ഒരു വിയർപ്പിന്റെ ഒരു വല്ലാത്ത ഒരു ഒഴുക്ക് തന്നെ. വിയർപ്പ് ഇങ്ങനെ ഒഴുകുന്നത് മുഅ്മിനായ മനുഷ്യന്റെ ശരീരത്തിന്റെ ഒരു അടയാളം പറയാൻ കാരണം അവന് നാണുണ്ടായിട്ടാണ്. പടച്ചോനെ, ഞാൻ എങ്ങനെ ഇങ്ങനത്തെ ഒരു മനുഷ്യൻ, ഞാൻ എങ്ങനെ അള്ളാഹിന്റെ മുന്നിൽ പോയി നിൽക്കണം, എനിക്ക് വലിയ അമലൊന്നുമില്ലല്ലോ. ഒരു നാണിക്കുമ്പോൾ ഉണ്ടാകുമൊരു അവസ്ഥ വരുന്നു. നാണം തോന്നുമ്പോണ്ടല്ലോ ആൾക്കാർക്ക് ഒരു പുറകോട്ട് നിൽക്കുന്ന നൃത്തം. ഇത് മരിക്കുന്ന നേരത്ത് അല്ലാഹു തആലാന്റെ മുന്നിൽ പോയി ഞാൻ എങ്ങനെ നിൽക്കും എന്ന ഒരു നാണം മുഅ്മിനായ മനുഷ്യന് സംഭവിക്കുമ്പോൾ നാണത്തിന്റെ തോതനുസരിച്ച് വിയർപ്പിന്റെ കട്ടിയും കനവും കൂടുന്നു. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകൾ വഫാത്തായ നേരത്ത് വിയർപ്പ് വല്ലാതെ പൊട്ടി ഒഴുകിയിട്ട് വസ്ത്രം മുഴുവനും നനഞ്ഞ് കുളിച്ച് പീഞ്ഞാൽ വെള്ളം ഇങ്ങനെ ഉറ്റി ഉറ്റി വീഴുന്ന രീതിയിലായിരുന്നു. പക്ഷേ ആ രംഗങ്ങോട്ട് കഴിഞ്ഞപ്പോൾ ഈ വിയർപ്പിനുള്ള സുഗന്ധം എത്ര വലുതാണെന്നറിയോ? ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ആ ഖബറിൽ നിന്ന് മഹാനവറുകളെ ഖബറിലേക്ക് വെച്ചപ്പോൾ വഫാഹത്ത് മിൻഹു റീഹത്തുൻ ത്വയ്യിബ, ഖബറിന്റെ ഉള്ളിൽ നിന്ന് വല്ലാത്ത ഒരു സുഗന്ധം പുറത്തേക്ക് അടിച്ചു വീശി. ചുറ്റുഭാഗത്തും കൂടി നിൽക്കുന്ന ആളുകളൊക്കെ ആ സുഗന്ധം മണത്തിട്ട് വല്ലാത്ത സന്തോഷവാന്മാരായി. പിന്നെ ആ മണ്ണിനുണ്ടായിരുന്നു ആ സുഗന്ധം, മണ്ണ് വാരിക്കൊണ്ടുപോകാൻ തുടങ്ങി ആ ജനങ്ങൾ. മണ്ണിങ്ങനെ എല്ലാവരും വാരിക്കൊണ്ടായ പിന്നെ ഖബറുണ്ടാകും. അപ്പൊ അന്നത്തെ സർക്കാർ ഖബറിന്റെ ചുറ്റും വേലി കെട്ടി. അങ്ങനെ മണ്ണ് വാരിക്കൊണ്ട് മണ്ണ് വല്ലാത്ത സുഗന്ധം ഖബറിലേക്ക് വെച്ചപ്പോഴേക്ക് ഫാഹത്ത് മിൻഹു റീഹത്തുൻ ത്വയ്യിബ, സുഗന്ധം അടിച്ചു വീശി മേലോട്ട്. പോരാത്തത് നോക്ക് നിങ്ങൾ, ആ ഖബറിൽ നിന്ന് ആകാശത്തിലേക്ക് മുട്ടി നിൽക്കുന്ന രൂപത്തിൽ പ്രകാശം കാണുകയാണ്. മഗ്രിബിന്റെ ശേഷം വന്ന് സുബിഹി വരെ നോക്കി നിൽക്കുമ്പോ ആഴ്ചകളോളം ഖബറിൽ നിന്നൊരു പ്രകാശം, ഒരു വെളിച്ചം, ടോർച്ച് വേണ്ട, ഒരു ലൈറ്റും വേണ്ട, ചുറ്റുഭാഗം മുഴുവനും വെളിച്ചമാണ്. എവിടുന്നാണ് ഈ വെളിച്ചം പോകുന്നത് എന്നും എങ്ങോട്ടാണ് പോകുന്നതെന്നും നോക്കിക്കാണുന്നുണ്ട്. എല്ലാവർക്കും അനുഭവപ്പെടുന്നുണ്ട്. അപ്പൊ ആ ഖബറിനും ഖബറാളിക്കുമുള്ള മഹത്വം പരിഗണിച്ചിട്ടാണ് പിൽക്കാലഘട്ടത്തിൽ അവിടെ വെള്ളം കിട്ടാത്തൊരവസ്ഥ വന്നു, മഴ പെയ്യാത്ത അവസ്ഥ വന്നു. ഇസ്തിസ്ഖാ നിസ്കാരം വരെ നടന്നു, മഴ പെയ്തില്ല. ഇബ്നു ഹജർ തങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. നിങ്ങൾ നോക്ക്, അവരൊക്കെ ഖബറിന്റെ പരിശുദ്ധി എത്ര വലുതാണ്. റീഹത്തുൻ ത്വയ്യിബ,
ഈ സുഗന്ധം അടിച്ചു വീശിയപ്പോൾ ആൾക്കാരൊക്കെ അജബായിപ്പോയി, അത്ഭുതപ്പെട്ടുപോയി. അവർ ഈ ദുനിയാവിൽ ഈ ഭക്തിയോടുകൂടെ, ഈ പേടിയോടെ, ഈ ശ്രദ്ധയോടെ ജീവിച്ചതിന് അല്ലാഹു തആല അവരെ ശരീരം കൊണ്ടുപോയി വെക്കുമ്പോൾ ഇതൊരു സാധാ ശരീരമല്ലല്ലോ, എന്നെ പേടിച്ചുകൊണ്ട് വന്ന ആളല്ലേ, അയാളെ ശരീരം വെക്കുന്ന സ്ഥലത്തിനും അയാളെ ശരീരം വെക്കുന്ന മണ്ണിനും ഒരു സാധാ പവർ പോരല്ലോ എന്ന് കരുതിയിട്ട് ആ മണ്ണിനെയും ആ ഖബറിനെയൊക്കെ അള്ളാഹു ഒന്ന് പരിവർത്തനപ്പെടുത്തി, ഒന്ന് മാറ്റിക്കൊടുത്തു. സമർഖന്ദിൽ വെള്ളം കിട്ടാതെ ഇസ്തിസ്ഖായിന്റെ നിസ്കാരം നടന്നു. ഞാനിത് വെറുതെ പറയില്ല, ഇബ്നു ഹജർ തങ്ങൾ ചരിത്രം വിശദീകരിക്കുന്നുണ്ട്. വെള്ളം കിട്ടാതെ പലപ്പോഴും മഴ തേടുന്ന നിസ്കാരം നടന്നു. അവസാനം രാജാവ് പറഞ്ഞു, നിങ്ങൾ ബുഖാരി ഇമാമിന്റെ ഖബറിന്റെ അടുത്ത് പോയിട്ട് അള്ളാഹുവിനോട് മഴ ചോദിക്കൂ. കൂട്ടം കൂട്ടമായി ജനങ്ങൾ അങ്ങോട്ട് പുറപ്പെട്ടു. ഒരൊറ്റ ചോദ്യം ചോദിപ്പോഴേക്ക് മഴ പെയ്തു. തുടരെ ഒരാഴ്ചക്കാലം ശക്തമായ മഴ, കിട്ടേണ്ട ഇടങ്ങളിൽ മുഴുവനും മഴ കിട്ടി. പിന്നെ ആളുകൾ അതൊരു പതിവാക്കി എന്നാണ് ചരിത്രത്തിൽ പറയുന്നത്. ആളുകൾ, മനുഷ്യന്മാരതൊരു പതിവാക്കി. മഹാന്മാരെ ഖബറുകളിൽ അവര് അന്തി ഉറങ്ങുന്ന, അവര് വിശ്രമിക്കുന്ന കേന്ദ്രങ്ങളിൽ ഇന്നും കണ്ടില്ലേ നിങ്ങൾ, വലിയ സമാധാനമാണ്. ഞാൻ കഴിഞ്ഞ വർഷം കുഞ്ചിലത്ത് പോയപ്പോൾ പരിപാടിക്ക്, അവിടെ വലിയൊരു മക്കാമുണ്ട്. കുഞ്ചിലം നമ്മൾ കേൾക്കുന്ന സ്ഥലമല്ലേ, കർണാടകത്തിലാണ്, കൊടകിൽ. അപ്പം അവിടെ ഖത്തീബ് എന്നോട് പറഞ്ഞു, ഉസ്താദെ, ഇവിടെ നമ്മളെ ആൾക്കാർക്കും നമ്മളെ മുഅ്മിനീങ്ങൾക്കൊന്നുമല്ല ഈ മഖ്ബറ കൊണ്ടുള്ള വലിയ നേട്ടവും വലിയ ബഹുമാനവും കാര്യവും. പിന്നെ ഇവിടെ കുറേ കൃഷിക്കാരുണ്ട്, ആ മുസ്ലിം സഹോദരങ്ങൾ. മഴ അവർക്ക് കിട്ടേണ്ട അളവിൽ കിട്ടിയില്ലേ, അവരിങ്ങോട്ട് വരും കുറച്ച് നേർച്ച വസ്തുക്കളുമായിട്ട്. എന്നിട്ട് ആ മഖ്ബറിന്റെ തൊട്ടപ്പുറത്ത്, ഉള്ളു കയറൊന്നുമില്ല, അപ്പുറത്ത് നിന്നിട്ട് അവർ പറയും, ഞങ്ങൾക്ക് മഴ വേണം, ഞങ്ങൾ കൃഷി ചെയ്തിട്ട് ബുദ്ധിമുട്ടാണ്, ഞങ്ങൾക്ക് മഴ വേണം. അവർ ഈ പറഞ്ഞ പറച്ചിൽ കഴിഞ്ഞ് അവർ പോയി പിറ്റേന്ന് മഴ പെയ്യും. അതാ നാട്ടിലെ പതിവാ, ഇന്നും ജീവിച്ചിരിക്കുന്ന തെളിവാ. അവര് കൃഷിക്കാർ കുറച്ച് സംഭാവന കാര്യങ്ങളായിട്ട് വന്ന് അതിന്റെ തൊട്ടപ്പുറത്തു നിന്ന് അവർ പറയാം, ഞങ്ങൾക്ക് മഴ വേണം, കൃഷി ചെയ്തിട്ട് വെള്ളമല്ല. നിങ്ങൾ ആലോചിച്ച് നോക്കും, നമ്മൾ ചിന്തിച്ചു നോക്കിയാലും മഹാന്മാര് അന്തിയുറങ്ങുന്ന സ്ഥലങ്ങൾ, അവരെ ഖബർ എത്രമാത്രം പരിശുദ്ധമാണ്, എത്രമാത്രം വെളിച്ചമാണ്. ആ ഖബറിനെ പറ്റി ഇവിടെ ചിന്തിക്കുന്ന ഒരാൾക്ക്, മൗത്തിനെ പറ്റി ചിന്തിക്കുന്ന ഒരാൾക്ക്, സഹോദരങ്ങളെ, ലെവല് വിട്ട് കളിക്കാൻ കഴിയോ? ലക്കും ലഘാനുമില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയോ? അയാൾക്ക് എങ്ങനെ, അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾക്ക് എങ്ങനെ അവനാന്റെ വീട്ടിൽ സുബഹി നിസ്കരിക്കാതെ ഉറങ്ങാൻ കഴിയോ? ഒരൊറ്റ നിസ്കാരം ഖദാക്കാൻ കഴിയൂല. പടച്ചോനെ പേടിയുള്ള ആൾക്ക്, മൗത്തിനെ പേടിയുള്ള ആൾക്ക്, ഖബറിനെ പേടിയുള്ള ആൾക്ക്, ആഖിറത്തിലെ അദാബിനെ പേടിയുള്ള ആൾക്ക് ഇതൊന്നും കാണാത്ത അദാബാണ്. ഖൗഫൻ വറാ അയൂനിഹിം, കണ്ടതിന്റെ അപ്പുറത്തുള്ളതിനെയാണ് അവർ പേടിക്കുന്നത്. കണ്ടതെന്താണ്? ദുനിയാവുള്ളത് മാത്രമാണ്. ചെറിയ ചൂടാണ് ഇവിടെ അനുഭവിക്കുന്നത്. ഇതിന്റെ ഇരട്ടിയല്ലേ നരകത്തിലുള്ള ചൂട്. ഒരിരട്ടിയോ രണ്ടിരട്ടിയോ അല്ല, 69 ഇരട്ടിയാണ്. അപ്പൊ ആ ചൂടിന്റെ കട്ടിയും കനവും ഇവിടെ വിലയിരുത്താൻ കഴിയൂല. ഇപ്പൊ നിങ്ങൾ വിളിച്ചു നോക്കൂ, മക്കത്തേക്ക് ഹാജിമാര് പറയുന്നു ചൂട് കൊണ്ട് നിൽക്കാൻ പറ്റുന്നില്ല, വെള്ളം കുടിച്ചിട്ട് മതിയാകുന്നില്ല. ജബലന്നൂർ പകുതി കയറിയിട്ട് തായോട്ട് ഇറങ്ങിപ്പോയി, ഈ ചൂട് കൂടിയ കാരണം. ചോദിക്കുമ്പോ സമയം രാവിലെ 7-8 മണി ആയിട്ടേ ഉള്ളൂ. അത്രയും ചൂടിങ്ങനെ കൂടിക്കൂടി വരികയാണെങ്കിൽ ആ ചൂടിന്റെ 69 ഇരട്ടിയും കൂടി കൂട്ടിയാൽ ആർക്കാണ് അതിന്റെ ഡിഗ്രി കണക്കാക്കാൻ കഴിയുന്നത്? എത്ര കട്ടിയും കനവുമാണ് ആ ചൂടിന്. ഇത് പേടിക്കുന്ന, ചിന്തിക്കുന്ന ഒരു മനുഷ്യന് ആ അദാബ് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലെങ്കിലും കണ്ട പോലെ പേടിക്കുന്നു. അല്ലെങ്കിലോ യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിനെ കാണാതെ റബ്ബിനെ പേടിക്കുന്നവർ എങ്ങനെ പേടി? പടച്ചോനെ, ഞാൻ നിന്നെ കണ്ടിട്ടില്ലെങ്കിലും നീ വലിയ ഔദാര്യവാനാണ്. ഞാൻ എത്ര തെറ്റ് ചെയ്തിട്ടും ഒരിക്കൽ പോലും അത് വെളിവാക്കാതെ, എൻ്റെ തെറ്റിന് നീ തരേണ്ട ശിക്ഷ തരാതെ സംരക്ഷണം തന്ന് എന്നെ മുന്നോട്ട് നീ കൊണ്ടുപോവുകയാണല്ലോ. ഞാൻ ചെയ്ത തെറ്റിനനുസരിച്ച് നീ എന്നെ ഈ ഭൂമി ലോകത്ത് വെച്ച് ശിക്ഷിക്കുകയാണെങ്കിൽ
ഇവിടെ എനിക്കൊരു സെക്കൻഡ് പോലും നിൽക്കാൻ കഴിയൂല, അത്രമാത്രം കനവും കട്ടിയുമുള്ള തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടും അല്ലാഹുവേ, നിന്നെ കാണാതെ ജീവിക്കുന്ന ഞാൻ, നീ എനിക്ക് തരുന്ന പരിപാലനം എത്ര വലുതാണ്. ഇത് ചിന്തിക്കുന്ന മനുഷ്യൻ അല്ലാഹു തആലാനെ കാണാതെ പേടിക്കുക. റബ്ബിനെ കാണാതെയല്ലേ ഈ പേടിയുള്ളത്? അദാബ് കാണാതെയല്ലേ ഈ പേടിയുള്ളത്? ആഖിറത്തിലെ വിഷയങ്ങൾ കാണാതെയല്ലേ ഈ പേടിയുള്ളത്? അല്ലെങ്കിൽ അൻ അയുനിന്നാസ്, മറ്റൊരു തഫ്സീറാണ് യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ബിൽ ഗൈബ് എന്നുള്ള വാക്കാണ്. പറച്ചില് മാത്രം ഖശിയത്ത് പോരാ, ജനങ്ങളൊന്നും കാണാത്ത സ്ഥലത്തും പേടി, പടച്ചോനെ പേടിയുള്ളതുകൊണ്ടാണ്. എന്താണ് അയാൾ അങ്ങനെ ചെയ്യുന്നത്? ഒന്നുമല്ല, അയാൾക്ക് അള്ളാഹുവിനെ പേടിയുള്ളതുകൊണ്ടാണ്. ആൾക്കാരെന്നും പറയും, ആൾക്കാരൊന്നും പറയില്ല. ഒരു റൂമിൽ 10-25 ആൾ ഒരുമിച്ച് ജീവിക്കാൻ നോക്ക്, അതിൽ നമ്മളെ നാട്ടുകാരോ നമ്മളെ ജില്ലക്കാരോ പഞ്ചായത്തുകാരോ ആരുമില്ല, ഒക്കെ പുറം നാട്ടുകാരാണ്. പക്ഷേ ഒരു മനുഷ്യൻ മാത്രം എഴുന്നേറ്റ് രാവിലെ സുബഹി നിസ്കരിക്കുന്നു ആ റൂമിൽ. എല്ലാവരും മുസ്ലിങ്ങളാണ്. എന്താ അയാൾ മാത്രം എഴുന്നേറ്റ് നിസ്കരിക്കാൻ കാരണം? യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ജനങ്ങൾ നാട്ടുകാരെ കാണുന്നൊന്നും ഇവിടെ വിഷയമല്ല, അവരൊക്കെ ഉറങ്ങല്ലേ, ആരും കാണില്ലല്ലോ ഉറങ്ങല്. ഇയാൾ എന്താ എണീറ്റ് നിസ്കരിക്കാൻ കാരണം? ഒന്നുമില്ല, ഖശിയത്തുല്ലാഹി അസ്സ വജൽ, അള്ളാഹിനെ പേടിയാണ്, പടച്ച റബ്ബിനെ പേടിയുള്ളതുകൊണ്ടാണ്. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അള്ളാഹിനെ പേടി ശരിക്കും നമ്മളങ്ങോട്ട് ഓർമ്മപ്പെടുത്തി തന്നു. ശരിക്കും ഇങ്ങോട്ട് ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വഹാബിൻ കൂടി നടന്നു വരുമ്പോൾ മഹാനവറുകളെ ഒരു ആടിനെ മേയ്ക്കുന്ന ഒരു പാവപ്പെട്ട ഒരു അറാബിനെ കണ്ടു, ഒരു അടിമനെ. അപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു നമുക്ക് ഈ അടിമനൊന്ന് പരിശോധിക്കാറ്. അങ്ങനെ ഉമർ റളിയല്ലാഹു അൻഹു തൻ്റെ കൂടെയുള്ള സ്വഹാബി ഇങ്ങനെ നിന്നു. അടിമന്റെ പണി എടുക്കാണ്. ആടിനെങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ച് അങ്ങനെ തെളിച്ചിങ്ങനെ കൊണ്ടുപോകാൻ റളിയല്ലാഹു അൻഹു ഭാഗത്ത് നിൽക്കുന്നുണ്ട്. അപ്പൊ അടിമ ഇങ്ങനെ മുന്നോട്ട് പോയി. റളിയല്ലാഹു അൻഹു നിന്നൊന്നും അടിമ വേണ്ടി ചെയ്തില്ല. അപ്പൊ അടിമനോട് റളിയല്ലാഹു അൻഹു ചോദിച്ചു, അല്ല ഞാനിവിടെ കുറച്ചു നേരം ഇങ്ങനെ നിന്നിട്ട് നിങ്ങളെന്തേ വേണ്ടിയാന്ന്? അപ്പൊ അടിമ പറഞ്ഞു, ഇപ്പൊ നിങ്ങളിലേക്ക് എനിക്കൊരാവശ്യമില്ല, ഞാനിപ്പോ ഏറ്റെടുത്ത ഒരു ഡ്യൂട്ടിയിലാണ് ഞാനുള്ളത്. എനിക്കിപ്പോൾ ഏൽപ്പിക്കപ്പെട്ടത് ഞാൻ ഇത് നിർവഹിച്ച് മുന്നോട്ടുണ്ടുപോകാം. ഞാനിപ്പോൾ ഇതിൽ നിന്ന് നിങ്ങളിലേക്ക് ശ്രദ്ധ മാറിയിട്ട് ഇത് വല്ലതുമായ ഞാനതിന് ഉത്തരം പറയണ്ടേ? നിങ്ങൾക്ക് വല്ല ആവശ്യമുണ്ടോ അങ്ങോട്ട് ചോദിച്ചാൽ പോരെ. ഉമർ റളിയല്ലാഹു അൻഹു മനസ്സിലായി ഇതാളൊരു മുതലാണ്. നമ്മളാണെങ്കിലോ നമ്മളങ്ങനെ ഓടാടുന്ന് മെയിൻ ചെയ്യാതെ എന്നോട് വർത്താനം പറയാനല്ല. ഉമർ റളിയല്ലാഹു അൻഹു നോക്കുന്നത് ഈ അടിമ നല്ല അടിമൻ. കാരണം അദ്ദേഹത്തിന് കർത്തവ്യബോധമുണ്ട്. യജമാനൻ ഏൽപ്പിച്ച ആട്ടിൻ പറ്റങ്ങളെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ടോ അയാൾക്ക് നോക്കേണ്ട ആവശ്യമില്ലല്ലോ. എൻ്റെ കൂടെ ആരുണ്ടോ? അമീറുൽ മുഅ്മിനീന, ഭരണാധികാരിയാണ്, ഖലീഫയാണ് നിൽക്കുന്നത്. ഖിലാഫത്തിന്റെ സമയത്താണ് ഈ നിൽക്കുന്നത്. അല്ലാത്ത നേരത്തെ ഒരുപാട് ആൾക്കാർ നിൽക്കൂലേ. ഇപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ഇഷ്ടം തോന്നി. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഒരാടിനെ തരുമോ? ഒരാടിനെ വിൽക്കോ? അപ്പൊ അടിമ പറഞ്ഞു, ലി അന്നി മംലൂക്കും, ഞാൻ അടിമയാണ്, ഞാൻ മാലിക്കല്ല, ഉടമസ്ഥനല്ലേ വിൽക്കല്. ഞാൻ ഉടമസ്ഥനല്ല, ഞാൻ അടിമയാണ്. എനിക്കിതിൽ വിൽക്കാൻ അവകാശമല്ല. അവകാശമില്ലാത്ത ഞാൻ എങ്ങനെ വിൽക്കും? ഒരാടിനെ തന്നേക്ക് അത് യജമാനൻ ചോദിക്കുമ്പോ ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ. ചെന്നായ അങ്ങനെ കൊല്ലത്തിലൊന്നൊക്കെ പിടിക്കാക്കോ? ചെന്നായ പിടിച്ചു എന്ന് പറഞ്ഞാൽ പോരെ. അല്ലെങ്കിൽ ഇപ്പൊ ഒരാടിനെ ഇത്രയും തോനാടുള്ള നിന്ന് തെരഞ്ഞൊക്കെ പിടിച്ചെങ്കിലല്ലേ തിരിയുള്ളൂ, അല്ലെങ്കിൽ തിരിയില്ലല്ലോ. റളിയല്ലാഹുവിന്റെ ചോദ്യം, ഒരാടിനല്ലേ, അത് അടിമനൊന്ന് നോക്കാണ്. ആ അടിമന്റെ ഒരു ഖശിയത്ത് ഉണ്ടെങ്കിലേ നമ്മളെ നാടൊക്കെ നന്നാവും, നമ്മളെ കുടുംബവും നന്നാവും, എല്ലാവരും നന്നാകും. അടിമ പറയാണ്, ഞാൻ അടിമയല്ലേ, ഉടമസ്ഥനല്ലല്ലോ, ഞാൻ എങ്ങനെ തരാനാണ്? വിൽക്കുന്ന ബായി, വിൽപ്പനക്കാരന് മിൽക്ക് വേണ്ടേ, അവകാശം വേണ്ട, എനിക്കതില്ലല്ലോ. അത് യജമാനൻ അഥവാ എണ്ണി ചോദിച്ചാ ചെന്നായ പിടിച്ചു എന്നോ പറഞ്ഞാൽ മതി. കൂട്ടം തെറ്റിപ്പോയി കണക്ക് പേച്ചാന്നൊക്കെ ഒന്നൊക്കെ ആകുമ്പോൾ പിന്നെ വിഷയാകൂലല്ലോ. നിനക്കെന്താ വേണ്ടത് അതങ്ങോട്ട് തരാം. അതിലാണല്ലോ പലരും വീയല്. നിനക്കെന്താണ് വേണ്ടത്, നിങ്ങൾക്കെന്താ വേണ്ടത്, നിങ്ങളാന്ന് ശരിയാക്കി തരും, നിങ്ങൾക്ക് എന്താ വേണ്ടത് നമ്മളാണ് തരാം. അപ്പൊ പിന്നെ സ്വരം മാറുമല്ലോ. ഈ അടിമ പറഞ്ഞു, ശരി മൃതങ്ങളെ
നിങ്ങൾ എനിക്കുള്ളത് തരും, ഞാൻ നിങ്ങൾക്കൊന്ന് വിൽപ്പന നടത്തി തന്നാൽ യജമാനനോട് എന്താണ് പറയേണ്ടതെന്നൊക്കെ നിങ്ങൾ പഠിപ്പിച്ചു തന്നു. എന്നാ കൂട്ടത്തിലൊരു കാര്യം കൂടി, അത് ഇവിടുത്തെ ചോദ്യമല്ലേ, നാളെ ആഖിറത്തിൽ അള്ളാഹ് ചോദിക്കുമ്പോൾ എന്താണ് പറയേണ്ടതെന്നും കൂടി പറഞ്ഞെന്നാൽ ആടിനങ്ങോട്ട് തരാന്നാണ്. അതും കൂടി പറഞ്ഞാൽ ഇതിപ്പോ ഇവിടെ പറയണ്ടാണ്, നിങ്ങൾ പറഞ്ഞ് യജമാനോട് ഇങ്ങനെ പറഞ്ഞാൽ മതി. ആഖിറത്തിന് ഇതിനെപ്പറ്റി ഒരു ചോദ്യം വരുമല്ലോ, എന്തിനാ പറ്റത്, എങ്ങനെ ശരിയാകും, അപ്പൊ എന്താ പറയേണ്ടത്? റളിയല്ലാഹു പറഞ്ഞു, അള്ളാഹുവേ ഇതുപോലത്തൊരടിമയാണ് ഇന്ന് നാട് ഭരിക്കുന്നതെങ്കിൽ അത് എത്ര വലിയ ഖൈറാൻ. ആ അടിമന്റെ ഒരു പടച്ചോനെ പേടി നോക്ക് നിങ്ങൾ. സാധാരണ അടിമ എന്ന് പറഞ്ഞാൽ ഒരു ദിർഹം ഏറെ കിട്ടുന്നിടത്തേക്ക് കളഞ്ചാടുന്ന ആളാണ്. അവിടെ ഒരു ദിർഹം കിട്ടുമെന്ന ഈ ഉടമസ്ഥനെ മാറ്റിയിട്ട് അങ്ങോട്ട് പോകും. ശരീരം വിൽപ്പന നടത്തിയാൽ എന്തെങ്കിലും കിട്ടുമോ, കരിഞ്ചന്തയ്ക്ക് വിറ്റാൽ അത് കിട്ടും. കാരണം 5 കാശിന് കയ്യിൽ സ്വതന്ത്രമായ അവകാശമില്ലാത്തവരാണ് അടിമ. യജമാനൻ കച്ചവടത്തിന് സമ്മതം കൊടുത്താൽ പോലും കച്ചവടം ചെയ്യാൻ മാത്രമാണ് സമ്മതം കൊടുത്തതെങ്കിൽ കച്ചവടവുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങളുണ്ട്. അതിനൊന്നും ഏൽപ്പിച്ചിട്ടില്ലെങ്കിൽ കച്ചവടം ചെയ്യാൻ മാത്രമുള്ള സമ്മതമെങ്കിൽ അതിന് മാത്രമേ പറ്റൂ. കടം കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ആ മുതലെടുത്തിട്ട് വേറെ രൂപത്തിലൊന്നും പണയം വെക്കാൻ പറ്റുമോ? ഇല്ല. കാരണം കൊടുത്ത സമ്മതം കച്ചവടത്തിനാണ്. ഇക്കച്ചവടത്തിന് സമ്മതിച്ച അടിമ യഥേഷ്ടം ആ സമ്പത്തെടുത്തിട്ട് ഒരു കൂട്ടാൻ പറ്റുമോ? ഇല്ല. കാരണം എന്തേ, അവന് കിട്ടിയ സമ്മതപ്രകാരമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. കിട്ടുന്ന വേതനം മാത്രമേ കിട്ടുള്ളൂ. സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹം പോലും ചെയ്യാൻ പറ്റൂലല്ലോ അടിമക്ക്. സഹോദരങ്ങളെ, ആ നിലക്ക് ജീവിച്ച അടിമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയാണ്, എന്തൊരു പടച്ചോനെ പേടിയാണ്. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. ബിൽ ഗൈബ് എന്ന വാക്കിന് മറ്റൊരു വിവക്ഷയുണ്ട്. ഗൈബ് കൊണ്ട് പേടിക്കണം. ഇന്നല്ലദീന യഖ്ശൗന റബ്ബു, നാവുകൊണ്ട് പേടിച്ചാ പോരാ, എഴുത്തുകൊണ്ട് പേടിച്ചാ പോരാ, അതുപോലെ തന്നെ വര കൊണ്ട് പേടിച്ചാ പോരാ, വേറെന്തെങ്കിലും കണ്ട് പേടിച്ചാ പോരാ. ഗൈബ് കൊണ്ട് എന്ന് പറഞ്ഞാൽ മറഞ്ഞ അവയവം. ബിമാ ഖഫിയ മിൻഹും, മറഞ്ഞ അവയവേതാണ് ഖൽബ്. ബിൽ ഗൈബ് എന്നതിൻ്റെ മറ്റൊരു തഫ്സീറാ പറയുന്നത് യഖ്ശൗന റബ്ബഹും, യഥാർത്ഥ പേടി ഖൽബ് കൊണ്ടുള്ള പേടിയാണ്. ഖൽബ് മറഞ്ഞതല്ലേ, ടോർച്ച് അടിച്ചു നോക്കിയാൽ പോലും ഖൽബ് കാണൂലല്ലോ. മറഞ്ഞ അവയവം കൊണ്ട് പേടി വേണം. ഖൽബ് കൊണ്ടുള്ള പേടി അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ ഒരു ഖശിയത്ത് ആയിഷ റളിയല്ലാഹു അൻഹ ബോധ്യപ്പെടുത്തി തരുന്നത്, ഞങ്ങളോടൊക്കെ വർത്തമാനം പറഞ്ഞിരിക്കും, ഞങ്ങളോടൊക്കെ നബി തങ്ങൾ ചിലപ്പോൾ വീട്ടിൽ നല്ല സംസാരത്തിലായിരിക്കും. വാങ്ക് വിളി കേട്ടാൽ കന്നഹു ലം യഅരിഫനാ വലം നഅരിഫുഹു, പിന്നെ ഞങ്ങളെ അറിയില്ല. നബി തങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചോദിച്ചാലും ഞങ്ങളെ പരിചയം തന്നെയല്ല, ഞങ്ങളെ അറിയുന്നില്ല. പിന്നെ അവസ്ഥ മാറി. യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, യഥാർത്ഥ സാന്നിധ്യം ഖൽബിന്റെ ഹുദൂറുള്ള ആൾക്കുള്ള പേടിയാണത്. പിന്നെ ഞങ്ങളെ ഒരു വിഷയം അറിയില്ല. തങ്ങൾ ബാങ്ക് കേട്ട് കഴിഞ്ഞോ അവസ്ഥ മാറിപ്പോയി. റബ്ബിനോടുള്ള ഖശിയത്തിന്റെ ഒരു ഭാഗമാണത് സഹോദരങ്ങളെ. അതൊരു പ്രധാനപ്പെട്ട ആ ശരിക്കുള്ള ആ മറഞ്ഞ അവയവം കൊണ്ട് ഖൽബ് കൊണ്ടുള്ള പേടിയില്ലേ, ആ പേടിയാണ് കൂടുതൽ ഉണ്ടാകേണ്ടത്. ഇവിടക്കങ്ങൾ നോക്കി, ഒരു പോലീസ് ചോദ്യം ചെയ്യുകയാണെങ്കിൽ എത്ര വർക്കും ആൾക്കാർ, എത്ര പേടിക്കും, രക്ഷപ്പെടാൻ വേണ്ടി എത്ര പഴുതു പറയും. അതേ സമയത്ത് പഴുതടച്ച് ഒന്നും പറയാൻ കഴിയാതെ ഉള്ളത് മാത്രം പറയേണ്ട ഘട്ടം വരുമ്പോൾ മനുഷ്യന്മാരെത്ര കൊടുങ്ങും. പ്രതീക്ഷക്ക് മുന്നിൽ പ്രതീക്ഷയെക്കാളും അപ്പുറത്ത് പേടിയാണ്ടാകേണ്ടതെന്നാണ്. പ്രതീക്ഷ മുഅ്മിനായ മനുഷ്യന് ഒരു വാക്കാണ് റജാ, പ്രതീക്ഷ വേണമെന്ന്. പ്രതീക്ഷയാണോ ഖൗഫാണോ ആദ്യം ഉണ്ടാകേണ്ടത്? ഖൗഫാണെന്നാ മസ്റൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, റജാഇന്റെ മുമ്പ് ഖൗഫ് വേണം. ഇന്നൽ മഖാഫത ഖബല റജാ. മുഅ്മിനായ മനുഷ്യൻ ബൈനൽ ഖൗഫി വർ റജാ, പേടിയുണ്ട് പ്രതീക്ഷ രണ്ടുമുണ്ട്, അതിന്റെ ഇടയിലാണെന്നല്ലേ. ആദ്യം ഉണ്ടാകേണ്ടത് ഏതാ? ആദ്യം ഖൗഫാണ്. എന്നിട്ട് അതിന് കാരണം മഹാനവറുകൾ പറഞ്ഞു, അള്ളാഹു നരകം സൃഷ്ടിച്ചു, സ്വർഗവും സൃഷ്ടിച്ചു. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നരകത്തിലൂടെ വരണമല്ലോ. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ ഏതിലൂടെ വരണം? റൂട്ട് ഏതാണ്? വഇമ്മിൻകും ഇലാ വാരിദുഹാ. സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ അതിലേക്കുള്ള പാതയൊരുക്കിയിരിക്കുന്നത് നരകത്തിലൂടെയാണ്. പാലം കെട്ടിയിരിക്കുന്നത് നരകത്തിന്റെ മേലെ കൂടെയാണ്. അപ്പൊ ആ നരകത്തിന്റെ മുകളിൽ കൂടെ കെട്ടിയ പാലത്തിലൂടെ
ഒരു പരിക്കും പറ്റാതെ രക്ഷപ്പെട്ടങ്ങോട്ട് വരാൻ കഴിയോ എന്നുള്ളതിനെ കുറിച്ചുള്ള പേടിയാണ് ആദ്യം വേണ്ടത്. പ്രതീക്ഷ പിന്നീടാണ്. ഖൗഫും റജായിലും മുന്തി നിൽക്കുന്നത് ലഹും മഗ്ഫിറത്തും വഅജ്റുൻ കബീർ, പ്രതീക്ഷയുടെ ഭാഗമാണ്. പാപമോചനമുണ്ട്, മഹത്തായ കൂലിയും അല്ലാഹു തരുന്നുണ്ട്. ഇത് പ്രതീക്ഷയുടെ ഭാഗമാണ്. പ്രതീക്ഷയുടെ അപ്പുറത്ത് പേടിയുണ്ടാകണം. പേടിയില്ലെങ്കിലോ നമ്മുടെ കാര്യം പോക്കാണ്. ഖൗഫ് വേണം. റബ്ബിനെ പറ്റി ശരിക്ക് ചിന്തിക്കാൻ നല്ല പേടി വേണം. ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം മഹാനവറുകളുടെ പേടിയെ പറ്റി പറയുന്നുണ്ട്. ഖുർആൻ പണ്ഡിതന്മാർ ഈ ആയത്തിന്റെ തഫ്സീറിൽ അവിടെ കാണാം, അവിടുത്തെ ഖൽബിന്റെ പേടി കൊണ്ടുണ്ടാകുന്ന വറവറക്കുന്ന ശബ്ദം ദൂരത്ത് നിന്ന് ആളുകൾ കേൾക്കാറുണ്ട്. കമാ യസ്മഉ ഖഫഖാന ത്വയ്രി ഫിൽ ഹവാഇ, ഹവയിലൂടെ പറക്കുന്ന പക്ഷിയുടെ വേഗത കൊണ്ടതിന്റെ കാറ്റിന്റെ ശബ്ദമോ അത് ശബ്ദിക്കുന്ന ശബ്ദമോ ആളുകൾ കേൾക്കും പോലെ ദൂരത്ത് നിന്ന് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഖൽബിന്റെ പേടി ആളുകൾ കേൾക്കാറുണ്ട്. ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരാൾ നിന്നോട് ചോദിച്ചാൽ നീ അള്ളാനെ പേടിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ നീ മിണ്ടാതിരുന്നോന്ന്. അള്ളാനെ പേടിയുണ്ടോന്ന് ചോദിച്ചാൽ നീ ഫസ്കുത്ത്, നീ മിണ്ടാതിരിക്കണം. അതെന്തേ കാരണം? ഇല്ല എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു സംഭവമാണ് ഞാൻ പറയുന്നത്. അള്ളാഹ് എനിക്കൊരു പേടിയില്ല എന്ന് പറഞ്ഞു. ഉണ്ട് എന്ന് പറഞ്ഞാലോ പേടിക്കുന്ന ആൾ ഇങ്ങനെ നീ നഅം എന്ന് മറുപടി പറഞ്ഞാൽ പേടിക്കുന്നവൻ നിന്നെ പോലെയാണോ? പേടിക്കുന്നവൻ എന്നെ പോലെയാണോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ ഇങ്ങനല്ലല്ലോ ഖൗഫുള്ള ആള്. ഇല്ലെന്ന് പറഞ്ഞാൽ അത്രമാത്രം വലിയൊരു ഉത്തരമാണ്. ആ ഉത്തരം ചിന്തിക്കാൻ പോലും കഴിയൂല അള്ളാഹിനെ പേടില്ല എന്ന് പറയുകയാണെങ്കിൽ. അതുകൊണ്ട് നല്ല മറുപടി എന്താണെന്നറിയോ? ഫസ്കുത്ത്, മൗനം പാലിച്ചോ. കാരണം രണ്ട് നിലക്കും പറയാൻ യോഗ്യതയായിട്ടില്ല. മഹാനവറുകളോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾ ഖൗഫിലേക്ക് എത്തിയത്? ഖൗഫിലേക്ക്, നിങ്ങൾ ഈ കാണുന്ന ഭക്തിയിലേക്ക് എങ്ങനെ എത്തി? മഹാനവറുകൾ പറഞ്ഞു, ബിഖില്ലത്തി ദുനൂബ്, ദോഷങ്ങൾ ചുരുക്കി ചുരുക്കി കൊണ്ടുവന്നിട്ടാണ് ഖൗഫിലേക്ക് എത്തിയത്. ഇനി എൻ്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒന്നും ഉണ്ടാകരുത്, ഉണ്ടായാൽ ഇങ്ങനെ സംഭവിക്കുന്നുള്ളൊരു പേടി. നമ്മളെ ശരീരത്തിനെ കുറിച്ച് എത്ര പേടിയുണ്ട്. ആ ഭക്ഷണം കഴിച്ചാലേ ഇനി വിഷയങ്ങൾ വരും. അപ്പം അതിൻ്റെ ചെറിയ അടയാളം കണ്ടു തുടങ്ങി. ആ നിങ്ങൾ മറ്റേത് കഴിച്ചില്ലേ, പിന്നെ ഞാനിങ്ങനെ പൂതിയായപ്പോൾ പിന്നെയും കുറച്ച് കഴിച്ചു. ആ എന്നാൽ അതന്നെ നിങ്ങളോടത് കഴിക്കണ്ടെന്നുണ്ട്. പിന്നെ നിങ്ങൾ കഴിച്ച് അത് മാറ്റി വെക്കണ്ടേ? ചെറിയൊരു ശ്രദ്ധയെങ്കിലും ഒരു പേടിയെങ്കിലും വേണ്ടേ? ഇത് ശരീരത്തിൻ്റെ ബാഹ്യ ഉൾഭാഗങ്ങൾക്ക് സംരക്ഷണം കൊടുക്കുന്നതിൻ്റെ ഒരു പേടിയാണെങ്കിൽ യജമാനനായ ഖാലിഖായ റബ്ബിനോടുള്ള പേടിയിലേക്ക് എത്താൻ ഒരു മനുഷ്യൻ മാർഗമായി ഉപയോഗിക്കേണ്ടത് ഖില്ലത്തു ദുനൂബാണ്. പേടിക്കൊരുപാട് കാരണങ്ങളുണ്ട് ഭക്തിക്ക്. ഒന്നാമത്തെ കാരണം ശരിയായ ബുദ്ധിയാണ്. പിന്നെ അതിൻ്റെ പരിപൂർണത എത്തിക്കുന്നത് ബിതർക്കിൽ ഇസ്യാൻ, തെറ്റ് ഒഴിവാക്കിയിട്ടാണ്, കുറ്റം ഒഴിവാക്കിയിട്ടാണ്. അതുകൊണ്ടാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, പേടിയുള്ള ആളുകൾക്ക്, ഖശിയത്തുള്ള ആളുകൾക്ക് വലിയ സ്ഥാനം, എല്ലാ സൗകര്യവും സംവിധാനവും കിട്ടി, ഒരു പ്രശ്നവുമില്ല. ഒരു പെണ്ണ് ഒരു പുരുഷനെയോ, ഒരു പുരുഷൻ ഒരു സ്ത്രീയെയോ രണ്ട് നിലക്കുവാകാം, രണ്ടുകൊണ്ട് റിപ്പോർട്ട് വിളിച്ചു മാടി വിളിച്ചു സ്വന്തം ശരീരത്തിന്റെ താല്പര്യം നിർവഹിച്ചു കൊടുക്കുന്നതിന് ആണും പെണ്ണും രണ്ടു കൂട്ടരും പറഞ്ഞ മറുപടി ഇന്നി അഖാഫുല്ലാ. സൗകര്യങ്ങളൊക്കെ ഉണ്ട്, നല്ല കാണാൻ ഭംഗിയും സ്ഥാനവും വിവരവും ഒക്കെ ഉള്ള ആളാ വിളിക്കുന്നത്. ഒരു കുഴപ്പമില്ല, ആർക്കും ഒരു തടസ്സമില്ല, ആരും തടസ്സം പറയൂല. പക്ഷേ ഈ പെണ്ണിന്റെ മറുപടി, ഈ ആടിന്റെ മറുപടി ഇന്നി അഖാഫുല്ലാ, ഞാൻ അള്ളാഹുവിനെ ഭയക്കുന്നു. നിന്നെയല്ല പേടിക്കുന്നത്, നിന്റെ കുടുംബത്തെയുമല്ല നാട്ടുകാരെയുമല്ല, അള്ളാഹിനെ പേടിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ നീയുമായി ബന്ധപ്പെടാനോ നീ എന്നെയുമായി ബന്ധപ്പെടാനോ നീ ശ്രമിക്കേണ്ടതില്ല. ഈ ഖശിയത്തുള്ള ആളുകൾക്ക് അർശിന്റെ തണലുണ്ടെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖൽബിന്റെ ഭയമാണ് അതിന്റെ കാരണം. സബബുകളൊക്കെ ഒത്തൊരുമിച്ചിട്ടുണ്ട്, എല്ലാമുണ്ട്. എല്ലാറ്റിനും സംവിധാനങ്ങളല്ലേ, ഇഷ്ടം പോലെ കിട്ടും. എന്താ അതിലേക്ക് പോകാത്തതെന്ന് ചോദിക്കുമ്പോൾ അവിടെയാണ് ഖൗഫ്. എന്താ നീ അത് ചെയ്യാത്തതെന്ന് ചോദിക്കുമ്പോൾ അതാണ് ഖൗഫ്, പേടി. ഞാൻ അതിലേക്ക് പോകാത്തത് സാധിക്കാത്തതുകൊണ്ടല്ല, കിട്ടാത്തതുകൊണ്ടല്ല, അവസരങ്ങൾ തേടിപ്പിടിക്കാത്തത് കൊണ്ടോ അറിയാത്തത് കൊണ്ടോ അല്ല. പിന്നെ
മാറി നിൽക്കാനുള്ള പ്രധാനപ്പെട്ട പ്രേരകം ഖൗഫുല്ലാഹി അസ്സ വജൽ, യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്. അല്ലാഹുവിനെ കാണാതെ, റബ്ബിന്റെ അദാബിനെ പറ്റി കാണാതെ പേടിക്കുക. ഖബറിന്റെ അദാബ് നോക്ക് നിങ്ങൾ. നിഷേധിക്കാൻ എളുപ്പമാണല്ലോ കാണാത്തതുകൊണ്ട്. ആരോ കാണുന്നുണ്ടോ? കാണാത്തതുകൊണ്ട് നിഷേധിക്കാൻ എളുപ്പമാണ്. പക്ഷേ ചെറിയ ഒരു തുണ്ടെങ്കിലും കേട്ടാണ്ടല്ലോ, അല്ലാ, ജീവിക്കാൻ ഒരു കുട്ടിയും താല്പര്യപ്പെടൂല. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങളൊന്നും ഖബറിൽ മറവയ്യൂലെങ്കിൽ, മരിച്ചിട്ട് ഖബർ കുഴിച്ച് അതിലൂടെ അടക്കം ചെയ്യൂലെങ്കിൽ ഞാൻ അള്ളാഹുവിനോട് ദുആർക്കുമായിരുന്നു കുറച്ചെങ്കിലും ഒരു അദാബ് നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാൻ. ഞാൻ കേട്ടതുപോലെ ഖബറിന്റെ അദാബ് സഹാബ നിങ്ങൾ കേൾക്കുകയാണെങ്കിൽ ഒരു മുറുക്ക് വെള്ളം തായോട്ടിറക്കൂല, ഒരു നേരത്തെ ഭക്ഷണം കഴിക്കൂല, ഒരു വിരിപ്പിൽ പോലും നിങ്ങൾ കിടന്നുറങ്ങൂല, പിന്നെ ജീവിതത്തിന് ഒരു സുഖവും വേണ്ടി വരൂല. ഞാൻ കാണും പോലെ നിങ്ങൾ കണ്ടിരുന്നെങ്കിൽ. അതുകൊണ്ടാണ് ലൗ തഅലമൂന മാ അഅലമു, എനിക്കുള്ള ഇൽമു നിങ്ങൾക്കില്ലല്ലോ, എനിക്കുള്ള ഇൽമു നിങ്ങൾക്കുണ്ടെങ്കിൽ ലളഹിഖ്തും ഖലീല വലബകൈതും കസീറാ. അത് ഖശിയത്തിന്റെ ഭാഗമാണ്. എനിക്കുള്ള ഇൽമു ഞാൻ ഇങ്ങനെ പോകുമ്പോൾ ഖബറിന്റെ ഉള്ള ശിക്ഷ നോക്കിക്കാണാണ്, കേൾക്കുകയാണ്. ദൂരത്ത് നടക്കുന്ന വിഷയങ്ങൾ, ശിക്ഷകൾ ഞാൻ അറിയാണ്. 700 കൊല്ലം മുമ്പ് അല്ലാഹു തആല നരകത്തിന്റെ ഓരത്തിൽ നിന്ന് ഒരു കല്ല് തായോട്ടിട്ടിട്ട് ഇപ്പത് തായോട്ടെത്തിയ ശബ്ദമാണെന്ന് എനിക്കല്ല തന്ന ഇൽമല്ലേ. ഈ ഇൽമു നിങ്ങൾക്കുണ്ടാവുകയാണെങ്കിൽ ലളഹിഖ്തും ഖലീല, വളരെ കുറച്ച്, കുട്ടിക്കാലത്ത് മാത്രമേ നിങ്ങൾ ചിരിക്കൂ, പിന്നെ നിങ്ങൾ ചിരിക്കൂല. ഇൽമും പക്വതയും എത്തിയതിനു ശേഷം ചിരി വരൂല. വലബകൈതും കസീറാ. ഇൽമിന്റെ, ഖൗഫിന്റെ, ഖശിയത്തിന്റെ കുറവുകൊണ്ടാണ് ഖബറിന്റെ അദാബ് കേട്ടാലേ. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, ഞാൻ ആകെ പേടിച്ച്, ദുനിയാവിൽ അത്ര വലിയ പേടി എനിക്ക് വേറെ പേടിച്ചിട്ടില്ല. മയ്യത്ത് കട്ടിലും ചുമന്നിങ്ങനെ കൊണ്ടുപോകുമ്പോൾ ഞാനിങ്ങനെ അള്ളാഹിനോട് കാവൽ ചോദിച്ചു, പടച്ചോനെ, പടച്ച റബ്ബേ, മൗത്തിന്റെ നേരത്ത് കക്കണം, മൗത്തിന്റെ നേരത്തെ രക്ഷ തരണം. മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ടുപോകുക, ഒരു തോള് മയ്യത്തിന്റെ ഒരു കട്ടിലിന്റെ ഒരു ഭാഗ. അപ്പം മയ്യത്ത് കട്ടിന്റെ ഉള്ളിന്ന് അല്ല, ഇബ്രാഹിം അദ്ഹമിനോട് വിളിക്കാണ്, മിൻ ബഅദിൽ മൗതി, മരണത്തിന്റെ ശേഷോ. ഇബ്രാഹിം അദ്ഹം റളിയല്ലാഹു അൻഹു ഇത്ര ഇതിപ്പോ ആ കട്ടിലുള്ള ആള് വന്നിട്ട് തലയോടെ എന്തെങ്കിലും ചെയ്യുന്ന പേടിയാ. അയാളെന്ത് ചെയ്യണം? മരിച്ച ആളല്ലേ. മരിച്ച ആളെ ഒക്കെ ഭദ്രമായിട്ട് മൂടിയിട്ടല്ലേ കൊണ്ടുപോകണം. അയാളങ്ങനെ പെട്ടെന്ന് എണീക്കൊന്നുമില്ലല്ലോ, എണീച്ചാലും ബാക്കിയുള്ളവരൊക്കെ അല്ലേ. മഹാനവർകൾ പറഞ്ഞു, പിന്നെ ഞാൻ ചിന്തിച്ച ഒരു ചിന്തയാണത്. ഇബ്രാഹിമിനൊന്നും ദ്വാരക്കുന്ന, പടച്ചോനെ മൗത്തിന്റെ നേരത്ത് കാക്കണേ. മരിച്ചൊരു മയ്യത്തിനല്ലേ കൊണ്ടുപോണേ, മൗത്തിന്റെ നേരത്ത് കാക്കണം അല്ലാ, മരണം വരുമല്ലോ, എന്തായിരിക്കും എൻ്റെ ഹാല്. അപ്പോ മരിച്ചാൽ മാത്രം മതിയോ? വമിൻ ബഅദിൽ മൗത്ത്, മരിച്ചതിന് ശേഷമോ എന്ന് ചോദിച്ചു. ആകെ എവിടുന്നാപ്പ ഈ ചോദ്യം കേട്ടത്? പിന്നെ മഹാനവർകളാകെ മൗനായിപ്പോയി. ചിന്തിച്ച് ചിന്തിച്ച് മഹാനവർകൾ കരയാൻ തുടങ്ങി. കാരണം മരണത്തിന്റെ ശേഷമുള്ളതിലേക്ക് ഒരു ചിന്തയെ തെളിച്ചതല്ലേ. അത് ചെറിയൊരവസ്ഥ അല്ലല്ലോ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നമ്മൾ ശരിക്ക് ഉള്ള ശരിയായ ബുദ്ധി കൊണ്ട് ചിന്തിച്ച്, സലീമായ അക്കല് കൊണ്ട് ചിന്തിച്ചിട്ട് ഈ വിഷയം ഗ്രഹിക്കണം, മനസ്സിലാക്കേണ്ടതാണ്. പടിപടിയായി അതിലേക്ക് ഉയരണം. മഹാന്മാരെ ഖൗഫ് എന്നൊക്കെ പറഞ്ഞാൽ അത് വലിയ ഖൗഫാണ്, അങ്ങോട്ടൊന്നും എത്താൻ കഴിയും തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, പൂർവ്വകാലത്ത് 2 കച്ചവടക്കാരെ പറ്റി നബി തങ്ങൾ പറഞ്ഞില്ലേ, ബുഖാരിയിലും മറ്റൊക്കെ ഉദ്ധരിച്ച ഹദീസ് കാണാം. ഒരാൾ വേറൊരാളിൽ നിന്ന് ഒരു പറമ്പ് കച്ചവടാക്കിയിട്ട് വാങ്ങിയ ആൾക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ ആ പറമ്പിൽ നല്ല ഒരു സ്വർണത്തിൻ്റെ ഒരു കട്ടി, ഒരു വെട്ടുകിളിയുടെ വലുപ്പമുള്ള ഒരു സ്വർണത്തിൻ്റെ കട്ടി കിട്ടി. നമുക്ക് വെട്ടുകിളിൻ്റെ വലുപ്പമുള്ള സ്വർണത്തിൻ്റെ കട്ടിയൊന്നും വേണ്ട, ഒരു വെല്ലിൻ്റെ വലുപ്പമുള്ള കിട്ടിയാൽ മതിയായിരുന്നു. ഒരു കുറച്ചൊക്കെ ഒരു കനവും കട്ടിയുള്ളൊരു സ്വർണത്തിൻ്റെ കട്ടി വാങ്ങിയ ആൾക്ക് പറമ്പിൽ നിന്ന് കിട്ടി. പറമ്പിൽ നിന്ന് അങ്ങനെ കിട്ടി. ഞമ്മക്കങ്ങനെ കിട്ടിയാൽ നമ്മൾ പറയും, അല്ലാഹു തആല ഇത്ര വലിയ ഔദാര്യം ചെയ്യും നമ്മൾ തോന്നിയില്ല. ഇങ്ങനൊക്കെ അള്ളാഹ് നിധി തരികയാണെങ്കിൽ അള്ളാഹ് എത്ര വലിയ അർഹമുറാഹിമീനാണ്. പടച്ചോനെ, ഇത് ചെറിയൊരു ഗുണമൊന്നും അല്ലല്ലോ. അല്ലാഹു തആല എനിക്കായിട്ട് തങ്കരിച്ച് വെച്ചൊരു നിധിയാണിത്. ഈ പറമ്പ് വാങ്ങിയ മനുഷ്യൻ അതെടുത്ത്, ഈ സ്വർണം എടുത്തിട്ട് അയാൾ ചെല്ലുകയാണ്. വിറ്റ ആളെടുത്ത് ചെന്ന് പറഞ്ഞു, ഖുദ് ദഹബക മിന്നി, നിന്റെ സ്വർണ്ണത ഇതെടുത്തോ.
ഇത് പറഞ്ഞതേ ഇത് ചെറിയ പേടിയല്ല, ഞാൻ എൻ്റെ അടുത്ത് നിന്ന് വാങ്ങിയത് ഭൂമി മാത്രമാണ്, സ്വർണം വാങ്ങിയിട്ടില്ല. അപ്പൊ മറ്റാള് വിറ്റാള് പറഞ്ഞു, ഞാൻ ഇന്നമാ ബീത്തുക്കൽ അർള വമാഫിയ, ഭൂമിയും വിറ്റു, ഭൂമിയിലുള്ളൊക്കെ വിറ്റുണർ. അത് നീ ഇപ്പൊ പറഞ്ഞ വർത്താനല്ലേ, നമ്മൾ കച്ചവടാക്കുമ്പോൾ ഭൂമിയല്ലേ വിറ്റ്, അതുകൊണ്ട് ഇത് എനിക്ക് വേണ്ട. എന്തിനെ പറ്റിയാ പോയി തർക്കം കൊണ്ടത്? നമ്മളാണ് മൂന്നാമനാൾ കേൾക്കണ, നിങ്ങളാരും തർക്കണ്ട എന്നാണ്. ശരി, നിങ്ങൾ ഇജാതി തർക്കേറ്റൊക്കെ വന്നിട്ട് ഞാൻ കൊണ്ടുപോയിക്കോളാം. വേറെ എന്തെങ്കിലുമൊക്കെ തർക്കിക്കുകയാണ്, തിരക്കില്ല. കിട്ടിയ സ്വർണ്ണത്തെ പറ്റിയാ പോയി തർക്കി നിങ്ങൾ ഇങ്ങനെ വേറെ ഒരുപാട് പരിപാടിൻ്റെ ഇവിടെ നമ്മൾ കൊണ്ടുപോകലേ. ഇത് രണ്ടാള്, വിറ്റാള് പറഞ്ഞു ഞാനൊക്കെ വിറ്റു, വാങ്ങിയ ആള് പറഞ്ഞു ഞാൻ ഭൂമിയെ വാങ്ങിയിട്ടുള്ളൂ. ഭൂമിയിൽ സാധാരണ എന്താണ്, മരം ഉണ്ടാകും, മരം ശരിയാണ്. അതേപോലെ തന്നെ ചെടികൾ ഉണ്ടാവും, പുല്ലുണ്ടാകും, പലതും ഉണ്ടാവും, പഴങ്ങളൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഇത് ഭൂമിയിൽ ഉണ്ടാകണമല്ലോ, ഇത് നമ്മൾ ഓർക്കാപ്പുറത്തല്ലേ, ഇത് നിന്റേതാണ്, അതുകൊണ്ട് നീ വാങ്ങണം. വിറ്റ ആളാണെങ്കിൽ അത് സ്വീകരിക്കൂല, വാങ്ങിയ ആളാണെങ്കിൽ വേണ്ടേനൊന്നും. ഇവരിതിങ്ങനെ തർക്കം കൂടിയപ്പോൾ കുറച്ചൊക്കെ ഒരു വിഷയത്തെപ്പറ്റി നല്ല തിരുപാടുള്ള ഒരു പണ്ഡിതൻ്റെ അടുത്ത് അദ്ദേഹം ചോദിച്ചു, അലക്കുമാ വലതും, നിങ്ങൾക്ക് ഉണ്ടാക്കും മക്കളുണ്ട് ചോദിച്ചു. ആ മക്കളുണ്ട്. ഒരാൾ പറഞ്ഞു എനിക്കൊരു ആൺകുട്ടി ഉണ്ടായിരുന്നു, മറ്റാൾ എനിക്ക് പെൺകുട്ടി ഉണ്ടെന്ന്. എന്നാലേ ഒരു പ്രശ്നമാക്കണ്ട, അൻകിഹുൽ ഗുലാം അൽ ജാരിയ, ആ ആൺകുട്ടിയെ ഈ പെൺകുട്ടിക്ക്, ഇത് ഒത്ത ആൾക്കാർ തന്നെയാണ്, രണ്ടാളും ഖശിയത്തുള്ളവരാണല്ലോ, ആ ആൺകുട്ടിക്ക് ഈ പെൺകുട്ടിയെ വിവാഹം ചെയ്ത് കൊടുക്കുക. വഅൻഫിഖു അലാ അൻഫുസിഹിമാ മിൻഹു, ഇതിൽ നിന്ന് ചെലവ് എടുക്കുക, സ്വതക്കം ചെയ്തോളി എന്ന് പറഞ്ഞു. തീരുമാനാക്കി. അതിലാണ് അവർക്ക് തൃപ്തിപ്പെട്ടത്. എന്നാ തിരക്കണ്ട, അപ്പോൾ രണ്ടു കൂട്ടർക്കും ഉണ്ടല്ലോ, അവിടെ ആണിനും ഉണ്ടുള്ള ചെലവുണ്ട്, പെണ്ണിനുള്ള ചെലവുണ്ട്, രണ്ടു കൂട്ടർ അതിനെ വിരിച്ചു. ആ തീരുമാനപ്രകാരം അംഗീകരിച്ചു പോയി. ഇതിപ്പോൾ അങ്ങനല്ലല്ലോ മനുഷ്യന്മാരെ കഥ. ഇത് സ്വന്തം ഉള്ള ആൾക്കാർക്ക് തന്നെ വല്ലതും കൊടുക്കുന്നിടത്താണെങ്കിൽ തന്നെ ആൾക്കാർ പറയും അത്ര കൊടുക്കാൻ പറ്റൂല, അത്ര കൊടുത്താലേ അത് കുറച്ച് ഏറായിപ്പോവും, കുറച്ച് മേലെ കയറിപ്പോവും, അത് ഖശീർ കൂടിയിട്ട് നമ്മൾ ആൾക്കാരെങ്ങനെ പറയുന്നത്, അത്ര തോനെ കൊടുക്കാൻ പറ്റില്ല, അത് എൻ്റെ ഉടപ്പറപ്പല്ല, എൻ്റെ കൂടപ്പറപ്പോ ശരി തന്നെ, പക്ഷെ മനുഷ്യൻ എപ്പോഴാണ് മാറുക എന്ന് പറയാൻ പറ്റൂല. അങ്ങനെയല്ലേ ആൾക്കാർ ചിന്തിക്കുക. ഈ നിങ്ങൾ നോക്കി, ഇവരിവിടെ ഈ രണ്ടാൾ, വിറ്റാളും വാങ്ങിയ ആളും, ആ രണ്ട് കുട്ടികളുടെ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് ഇത് ചെലവഴിക്കുകയും ബാക്കി സ്വതക്ക ചെയ്യാൻ പറഞ്ഞപ്പോൾ സ്വന്തം പോക്കറ്റിക്ക് ഒന്നും വേണ്ടാന്നല്ലേ തീരുമാനിച്ച്. അവിടെ മനസ്സിലാക്കണ്ടേ, അങ്ങനെ നമ്മളെ അക്കൗണ്ടിലേക്കൊന്നും വേണ്ട. എന്തേ കാരണം? ഇതെങ്ങാനും എനിക്ക് അർഹതപ്പെട്ടതല്ലെങ്കിലോ എന്നുള്ള പേടിയാണ്. ആ പേടി ഉയർന്ന പേടിയാണ്. ലഹും മഗ്ഫിറത്തും വാജുറും കബീർ, അവർക്ക് മഗ്ഫിറത്തുണ്ടെങ്കിൽ തർക്കല്ല. വാജുറും കബീർ, വലിയ കൂലി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അല്ലാഹു തആല ഒരുക്കിയ സ്വർഗലോകം, അല്ലാഹു തആലാനെ കാണാനുള്ള അവസരം അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. അപ്പൊ റബ്ബിനെ പേടിക്കുക എന്നതാണ് മുഖ്യമായും വലിയൊരു അടയാളം ഖശിയത്തുല്ലാഹി അസ്സ വജൽ. ഈ ഒരൊറ്റ ലക്ഷണമാണ് തബാറക സൂറത്തിൽ മുഅ്മിനീങ്ങളെ പറ്റി അല്ലാഹു പറഞ്ഞത്. ഇത് തന്നെ മതി. ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ്, റബ്ബിനെ അദൃശ്യമായ നിലക്ക് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ ശിക്ഷ കാണാതെ, അല്ലെങ്കിൽ അള്ളാഹുവിനെ കാണാതെ, അല്ലെങ്കിൽ ജനങ്ങളാരും നോക്കാതെ തന്നെ, ആൾക്കാരും കാണാതെ തന്നെ പേടിയോടുകൂടെ ജീവിക്കും. ഇവിടെ ആരും കാണാനൊന്നുമില്ല, വിലയിരുത്താനോ ചോദിക്കാനോ പറയാൻ ആരുമില്ല, അങ്ങനൊന്നും ഉണ്ടായിട്ട് ചെയ്യല്ല. അപ്പൊ പിന്നെ എന്തിനാ ചെയ്യുന്നത്? അത് പടച്ചോനെ പേടിച്ചിട്ട് തന്നെ ചെയ്യുന്നത്. ആ പടച്ചോനെ പേടിയോടെ ജീവിച്ച ആളുകൾ, റബ്ബിനെ പേടിച്ച് ജീവിച്ച ആളുകൾ, ലഹും മഗ്ഫിറ, അവർക്ക് ഈ ഭയം കാരണം, ഈ ഖശിയത്ത് കാരണം തന്നെ, വേറൊന്നും വേണമെന്നില്ല, അല്ലാഹു തആല പുറത്തു കൊടുക്കും. പേടി കൊണ്ട് അല്ലാഹു തആല പുറത്തു കൊടുക്കില്ല. ഖൽബിന്റെ അവസ്ഥയാണല്ലോ. എന്തേപ്പാ മനുഷ്യന് അല്ലാഹു പുറത്തു കൊടുക്കാൻ കാരണം? അയാൾ നിങ്ങളാരല്ല, അയാൾ കുറച്ച് പേടിയോടെ ജീവിച്ച ആളാണ്. നിങ്ങളെപ്പോലെ അമലൊന്നും ആക്കില്ലെങ്കിലും, അയാൾക്ക് കുറഞ്ഞ അമലാണെങ്കിലും വലിയ പേടിയെന്ന് അയാൾക്ക്. അങ്ങനെ വലിയ പേടിയെന്ന് അയാൾക്ക്. ആ പേടിയുള്ളത് കൊണ്ട് അത് ചെയ്തുകൂടാ, ഇത് ചെയ്തുകൂടാ എന്നൊരു തത്വം ഉണ്ടായിരുന്നു. കുറച്ചേ ചെയ്തിട്ടുള്ളൂ, അല്ല ഫർദുസ്കാരൊക്കെ തന്നെ അയാൾക്ക് ഉള്ളൂ കാര്യമായിട്ട്, വലിയ അമലൊന്നുമില്ല. പക്ഷേ പേടി, നല്ലോണം പേടി ഉണ്ടായിരുന്നു ഖൽബിലും. ആ പേടിയുള്ളത് കൊണ്ട് അയാൾ തെറ്റുകുറ്റങ്ങളിലേക്കൊന്നും പോയില്ല, കുറച്ചേ ചെയ്തിട്ടുള്ളൂ അയാൾ. പക്ഷെ അയാൾക്ക് നല്ല പേടി, പടച്ചോനെ പേടി ഉണ്ടായിരുന്നു. അതുകൊണ്ട് അയാൾ മാറി നിന്നിരുന്നു പല അവസ്ഥയിൽ. ഈ പേടിന്റെ ഊക്ക് കാരണം അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കും. അജ്റുൻ കബീർ, വലിയ കൂലിയും അല്ലാഹു തആല അവർക്ക് നൽകുന്ന ഓഫറാണ്. ഇത് രണ്ടുമാണ് നമുക്ക് കിട്ടേണ്ടത്. അതിനാണ് ഈ ദുനിയാവിലെ ജീവിതം. പടച്ചോനെ പേടിച്ച് ആഖിറം രക്ഷപ്പെടുത്താനുള്ള ജീവിതമാണ്. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ഖശിയത്തുല്ലാഹി അസ്സ വജൽ ഫിസ്സിർരി വൽ ഇലൻ, രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹുവിനെ പേടിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ.
ഇത് ആലോചിച്ച് നോക്കുമ്പോൾ പരത്തി പറയുമ്പോൾ എവിടെ സഹോദരങ്ങളെ പേടിയുള്ളത്? ഉമ്മമാരെ നിയമങ്ങൾ പാലിക്കുന്നിടത്ത് വലിയ പേടി വേണം. എന്തേ നീയും അയാളുമായിട്ട് സംസാരിക്കുന്നത് നിർത്തിയത്? എനിക്ക് അയാളോട് സംസാരിക്കാൻ പറ്റൂലോ അല്ലേ, എനിക്ക് അയാളോട് ബന്ധപ്പെടാൻ പറ്റൂലോ അല്ലേ. ഞാൻ ഇതുവരെ കരുതിയത് എനിക്ക് അങ്ങനെ പരിചയപ്പെടാനും ബന്ധപ്പെടാനൊക്കെ പറ്റുന്നു. എന്നാൽ നമ്മളെ ആൾക്കാർക്ക് കാര്യമായിട്ടൊരു പേടി വരുന്ന എവിടെ നിങ്ങൾ ചില പലയിടത്തുനിന്ന് ഒരു മസല ചോദിക്കുന്നത് കാണാം. പിന്നെ ഉസ്താദേ ഉമ്മ ഉദ്ധരിക്കുകയാണ്, ഉമ്മ ഉദ്ധരിക്കുക, അതിനെന്താ വേണ്ടി? അതിനിപ്പോൾ ഉമ്മാൻ്റെ പിന്നെ അനുജത്തിയുടെ ഭർത്താവിൻ്റെ അനുജനും ജ്യേഷ്ഠനും ഉമ്മാനൊന്നും വന്ന് കാണുന്നതിന് കുഴപ്പമുണ്ടോ? നേരത്തെ ആർക്കൊക്കെ കാണാൻ പറ്റും? ഓൽക്കൊക്കെ കാണാം. നേരത്തെ ആർക്ക് കാണാൻ പറ്റൂല? ഓൽക്കൊന്നും കാണാൻ പറ്റും. എന്താ ഇരിക്കുമ്പോൾ മാത്രമേ കാണല്? മരിച്ചു എന്നുള്ള പേടിയുണ്ടാ? മരിച്ചു എന്നുള്ള പേടിയുണ്ടാ? അല്ലെങ്കിൽ മരിച്ചാളെന്തെങ്കിലും ചെയ്യുന്നുള്ള പേടിയുണ്ടാ? പടച്ചോനെ പേടിയുണ്ടോ കേൾക്കണത്? ആ നിയമം നേരത്തെ അങ്ങനെ തന്നെ അല്ലേ? അപ്പൊ മാറ്റണ്ടോ? ഇപ്പൊ ഒരു നിയമത്തിന് മാറ്റണ്ടോ? ഹയാത്ത് കാലത്ത് നേരത്തെ ഈ മനുഷ്യൻ മരിച്ചതിന് മുമ്പ് ആർക്ക് കാണാൻ പറ്റൂ? ഓർക്കോ കാണാം. ആർക്ക് കാണാൻ പറ്റൂലേ? ഒരു കാണാൻ പറ്റൂല. ആ നിലപാടെന്നെ ഇതിന് മാറ്റില്ലല്ലോ. ഇങ്ങനെ ഒരു ചുരുങ്ങിയ പേടിയിലും നിയമത്തിലും അല്ല. അതെപ്പോഴും പാലിക്കണം, എപ്പോഴും സൂക്ഷിക്കണം. ഉമ്മമാരെ ശരിക്ക് ശ്രദ്ധിക്കണം. ഇത് ചില സ്ഥലത്തൊക്കെ ഇവിടുത്തെ ഹാലൊന്നും എനിക്കറിയാം. ചില സ്ഥലത്തൊക്കെ നമ്മൾ പോകുമ്പോൾ നമുക്ക് പേടി വന്നിപ്പോ. കാരണം ഇത് പച്ചക്കറി വിൽക്കാൻ പറ്റുന്ന ഒരാൾ, കുറച്ച് കഴിഞ്ഞ് മീൻ വിൽക്കാൻ പറ്റുന്ന ആൾ, ഒലക്കെ വന്നോട്ടെ കുഴപ്പമൊന്നുമില്ല. കുറച്ച് കഴിഞ്ഞ് പാല് വിൽക്കാൻ പറ്റുന്ന ആൾ, ഈ പാല് വിൽക്കാൻ പറ്റുന്ന ആളത്തും പച്ചക്കറി വിൽക്കാൻ പറ്റുന്ന ആളത്തും മീൻ വിൽക്കാൻ പറ്റുന്ന ആളത്തും ഒക്കെ എന്തിനാ കുറേ നേരം തപസ്സിരിക്കണ്? ഒന്ന്. രണ്ടാമത്, എന്തിനാ ഓല കൊട്ടയ്ക്ക് നമ്മളെ ശരീരത്തിൻ്റെ പോതി വാങ്ങൊണ്ടേ വെച്ചു കൊടുക്കണ്? കുറച്ചും ഇങ്ങോട്ട് നിന്നാ പോരെ. ഓല കൊട്ടയ്ക്ക് അടുപ്പിച്ചിട്ടുണ്ടെങ്കിലേ ഇത് കാണുള്ളൂ. പടച്ചോനെ ഒരു തുമ്പും പേടില്ലാത്തതുകൊണ്ടാണ് ഇഷ്ടംപോലെ നേരെ അവിടെ വർത്താനം പറയണത്. കാരണം ഇത് ചോദിക്കാനും പറയാനും ആള്. അത് ഞങ്ങൾ വേറെ കാര്യം പറയാം, നിങ്ങൾ പോയിക്കോളി. എന്ത് വേറെ കാര്യം? വാങ്ങാനുള്ളത് അവനാണ് വാങ്ങിയിട്ടാണ് പോയാൽ പോരെ. പഴയ കാലത്ത് ഉമ്മമാര് പുരയിൽ ആരും ഇല്ലെങ്കിൽ അവരിങ്ങനെ വല്ല മീനോ മറ്റോ വാങ്ങാൻ വരുമ്പോൾ നിങ്ങളൊക്കെ ഓർമ്മയില്ല, ഒരു തട്ടം കൊണ്ട് ഓലിങ്ങനെ മൂക്ക് മറച്ചു പിടിച്ചിട്ട് വരിക. മൂക്കിൻ്റെ ഭാഗം മറച്ചു പിടിച്ചിട്ട്, അത്ര കണ്ണ് പുറത്ത് കാണണ്ടേ, ഇങ്ങനെ മറച്ചൊരു കൈ കൊണ്ട് മറച്ചു പിടിച്ചിട്ട്. മാറൊന്നും കാണില്ല. ഇത് മാറിടൊന്നുമല്ല, കഴുത്തൊന്നുമല്ല, കാതൊന്നുമല്ല, മുടിയും പ്രശ്നമല്ല, കഴുത്തിൻ്റെ തായും പ്രശ്നമല്ല. അതിനുള്ള കുപ്പായ കൈ തന്നെ മുട്ടിൻ്റെ മേലേ ഉള്ളൂ. പൊരേന്നിട്ടാൻ എന്നാൽ അതൊന്ന് പൊതിഞ്ഞ് സൂക്ഷ്മതയോടെ വന്ന്, അല്ലെങ്കിൽ ചെറിയൊരു കുട്ടീനെ പറഞ്ഞാച്ചാൽ പോരെ. ചെറിയ കുട്ടികളുണ്ടെങ്കിലും ശരി, ഭർത്താവ് ഉണ്ടെങ്കിലും ശരി, ആൺകുട്ടികളുണ്ടെങ്കിലും ശരി, മീൻ വാങ്ങാനും പച്ചക്കറി വാങ്ങാനും കാര്യത്തിനും അവിടെ പോയി 2 മിനിറ്റ് 3 മിനിറ്റ് 4 മിനിറ്റ് ഒന്ന് വർത്താനം പറയാൻ അത് ദുന്യാവിലൊരു ഹരാണ് ഉസ്താദേ. അത്ര വലിയ ഹരം എവിടെയും കിട്ടുമോ? ഭർത്താവിനോടൊപ്പം എന്നും വർത്താനം പറയണം, അല്ലൊക്കെ പറഞ്ഞ് മടുത്ത്. ഇനിയിപ്പോൾ കുറച്ച് ആരാനോടും പറയണ്ടേ? അങ്ങനെയാണെങ്കിൽ യക്ഷോന റബ്ബുഹും ബിൽ ഗൈബില്ല. ആരാൻ്റെ പെണ്ണുങ്ങളോട് വർത്താനം പറയാൻ കല്യാണപ്പുര നമുക്ക് എന്താ അത്ര പണി? ചില ആൾക്കാർക്ക് കല്യാണപ്പുര വിട്ടുപോകാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്താ? തരം തരായി പെണ്ണുങ്ങൾ, പുരുഷന്മാരും പറയട്ടെ, പെണ്ണുങ്ങളെ മാത്രമല്ല, തരം തരായി പെണ്ണുങ്ങൾ ഇങ്ങനെ അവിടെ അല്ലേ. അപ്പോൾ എന്തൊക്കെ എൻ്റെ വർത്താനം? എൻ്റെ കുട്ടികളെ കെട്ടിച്ചു. ആരോടെ പറയണേ? ഒരു പുല പോലും ബന്ധമില്ല, എവിടുന്നോ കണ്ടൊരു ബന്ധമാണ്. ഒരു ബന്ധമൊക്കെ സുഖം തന്നെയല്ലേ? എനിക്കിപ്പോൾ മാപ്പിള ഉണ്ടോ? പിന്നെ അടുത്ത ചോദ്യം അതാ, മാപ്പിള അല്ലെങ്കിൽ മാപ്പിള ഇയാൾക്കൊന്നുകൂടി കെട്ടാനാണ്. അപ്പൊ കെട്ടിനെ നേരെ കൊണ്ടെടുക്കാൻ കഴിയിട്ടോ? അതെന്നെ ഉപരി കൈ എന്നിട്ട് 2ാമത്തോടി കെട്ടണോ? അത് ഇനി വേറെ എവിടെ പോയാൽ അവിടെ വേറെ കെട്ടണം. അതിനെ കൊണ്ടെടുക്കാൻ കഴിയും. ഒന്നിനെ നേരൊക്കെ കൊണ്ടെടുക്കാൻ കഴിയില്ലെങ്കിൽ 2ാമത്തേനെ എങ്ങനെ? 2 കല്യാണം കഴിച്ചെന്ന് ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ ഇ.കെ. അള്ളാഹു ദർജേറ്റി കൊടുക്കട്ടെ. മഹാനവറുകൾ പറഞ്ഞു, 2 കല്യാണം ഞാൻ കഴിച്ചെന്ന്. പക്ഷെ എന്നോട് ആരെങ്കിലും വന്നിട്ട് ഇനി 2ാമത്തൊന്ന് കെട്ടാൻ പറ്റുമോ വെച്ചാൽ ഞാൻ കടുത്ത ഹറാമാന്ന് പറയും. അതിൻ്റെ അവസ്ഥ സൂക്ഷ്മതയോടെ ജീവിച്ച മഹാന. വഫാത്തിന്റെ സമയത്ത് 4 റക്അത്ത് സുന്നത്ത് നേർച്ചയാക്കിയതുണ്ട് കേട്ടോ. നിങ്ങളാരും നിസ്കരിക്കണമെന്ന് പുറത്തുള്ളവരോട് വസിയ്യത്ത് ചെയ്ത മഹാന. ദീനിന് വേണ്ടി തൻ്റെ ജീവിതം തെമ്മീസ് മുതൽ മൗത്ത് വരെ ഒരു സെക്കൻഡ് ഇല്ലാതെ ദീനിന് വേണ്ടി ശരീരം കൊടുത്ത മഹാനാണ്. അള്ളാഹിന്റെ മാർഗത്തിൽ ഇഷ്ടപ്പെട്ട് ചെലവാക്കണവരെ നിങ്ങൾ ഗുണത്തിക്കൂല എന്നല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട അവനാന്റെ ശരീരമല്ലേ? അവനാന്റെ ശരീരം രാവും പകലും വ്യത്യാസമില്ലാതെ ദീനിന് ചെലവഴിച്ച മഹാനാണ്. അത്തരത്തിലൊരു മഹാനെ കാണാൻ പിൽക്കാല ചരിത്രത്തിൽ കഴിയൂല. ആ മഹാനുഭാവം പറയാൻ
ഈ രണ്ടാമത് കെട്ടട്ടെ ആരും ചോദിച്ചു വന്ന ഞാൻ പറയാതെ ഹറാമാണ്, നിങ്ങളതിന് നിൽക്കേണ്ട വെറുതെ, കാരണം അനുഭവിച്ചത് ഇങ്ങനല്ലേ. എന്നിട്ട് നിങ്ങൾ ആലോചിക്കണം, പുരുഷന്മാർക്ക് വർത്താനം പറയും യാതൊരു പ്രശ്നമില്ല. ഒരു വിചാരിച്ചത് പെണ്ണുങ്ങൾക്ക് മാത്രമുള്ള മസലാണ്, ആണുങ്ങൾക്ക് ആ മസലല്ല. രണ്ടു കൂട്ടർക്കും ആ മസലിൽ തുല്യാണ്. നോട്ടത്തിലും സംസാരത്തിലൊക്കെ പെണ്ണിന് കാണാൻ പറ്റാത്ത, സംസാരിക്കാൻ പറ്റാത്ത തലങ്ങൾ അതേപോലെ ആണിനുണ്ട്. നമ്മൾ വിചാരിച്ചേ ഞാൻ കുറച്ചൊക്കെ എനിക്കൊക്കെ സംസാരിക്കാൻ കുഴപ്പമൊന്നുമില്ല. എന്ത് സംസാരിക്കാൻ? സംസാരിക്കണ എന്നെ പാകത്തിന് സംസാരിച്ചാൽ പോരെ, സംസാരിക്കേണ്ടി വന്നാൽ തന്നെ. ഇനി അഥവാല മുന്നിൽ സംസാരിക്കാൻ അങ്ങോട്ട് പറയാനുള്ള പറഞ്ഞു ചെയ്താൽ മുന്നിൽ നിൽക്കണം. അങ്ങനെ ഞാൻ നാളെ സ്ഥലത്ത് വയൽ കഴിഞ്ഞപ്പോൾ ഞാനാകെ പേടിച്ചു പോയി. വയൽ കഴിഞ്ഞ് ഞാൻ എൻ്റെ വണ്ടി കയറാം. അപ്പോൾ ഒരു താത്തന്ന് നേരെ മുന്നിൽ ഇങ്ങോട്ട് ബാക്കോട്ട് കയറും. ഇത് മുന്നിൽ നിൽക്കണം. സംഗതി ഹിജാബൊക്കെ ഇട്ടിന്, കണ്ണ് മാത്രമേ കാണുള്ളൂ. മുന്നിലെന്ന് വർത്താനം പറയുകയാണെങ്കിൽ ഇന്നോട്ട് വല്ല ടച്ചുള്ള ആൾക്കാരല്ലേ, ഒരു അത്രയും ബന്ധമുള്ള ആളെ മുന്നിൽ നിൽക്കേണ്ടി ബാക്കോട്ട് കയറും. പറയാനുള്ള പറഞ്ഞാൽ കേട്ടാൽ മതിയല്ലോ. നിങ്ങളെ കണ്ണെന്നെ കണ്ടോണമെന്നുള്ളൂ, എനിക്ക് ബാക്കോട്ട് കയറും, ബാക്കോട്ടുന്നത്. അപ്പം എന്താ ഇത് സംഗതി? ഇത് പലയിടത്തും പോയി പരിഹാരം ഇങ്ങനെ പലരോടും സംസാരിക്കുമ്പോൾ മുന്നിൽ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടാവും. ആ മറ്റവരങ്ങനെ കേട്ടെടുത്തിട്ടുണ്ടാവും, ഒരു കുഴപ്പമില്ലാതെ ബാക്കോട്ട് കയറും. പറഞ്ഞാൽ പോരെ, പറഞ്ഞോട്ടെ, കേട്ടാൽ പോരെ, കേട്ടിട്ടുണ്ടല്ലോ, കാണാനുവാണെന്നുണ്ടോ, ശബ്ദം ഇങ്ങനെ വിഷയങ്ങൾ കേട്ടാൽ പോരെ. അപ്പം നമ്മളും ആ നിയമം പാലിക്കണം. അത് ഖശിയത്തിൻ്റെ ഒരു ഭാഗമാണ്, പ്രധാനപ്പെട്ട ഭാഗമാണ്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതിലെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൊണ്ടാണ് ഇങ്ങനെ നിയമങ്ങൾ പരിഗണിച്ചുള്ള ഖശിയത്ത് അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്കു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب سعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير. وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير. إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. صدق الله العظيم. صدق وصدق وبلغ رسوله النبي.